എറണാകുളം ജില്ലയിൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന മലയോര ഗ്രാമമാണ് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ ഗ്രാമത്തെ അറിയുന്നു എന്ന ഡോക്യുമെൻ്ററി പഞ്ചായത്തിന്റെ സമഗ്ര വിവരശേഖരണം ലക്ഷ്യമാക്കിയുള്ളതാണ്. ഇത് വരും തലമുറയ്ക്കും നാടിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. മലയാറ്റൂർ, കാലടി എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്ന ഈ ഗ്രാമപഞ്ചായത്തിന് 17 വാർഡുകളാണ് ഉള്ളത്. ഈ ഗ്രാമപഞ്ചായത്തിന് അതിരുകളായി വരുന്നത് വടക്ക് മഞ്ഞപ്ര, അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തുകളും, കിഴക്ക് പെരുന്തോട്, തെക്ക് പെരിയാർ നദി, പടിഞ്ഞാറ് നടുത്തോട് തോട്, മഞ്ഞപ്ര, കാലടി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയാകുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ ആകെ ജനസംഖ്യ 37,815 ആകുന്നു. മലയാറ്റൂർ, നീലീശ്വരം എന്നീ 2 പ്രദേശങ്ങളുടെ പേരുകൾ ചേർത്തുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ മറ്റെങ്ങും ഉണ്ടാകാൻ ഇടയില്ല. മലയാറ്റൂർ കൊച്ചി രാജ്യത്തിന്റെ ഭാഗവും നീലീശ്വരം തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗവുമായിരുന്നു. കൊച്ചി കണയന്നൂർ താലൂക്കിലെ മലയാറ്റൂർ വില്ലേജും കുന്നത്തുനാട് താലൂക്കിലെ മാണിക്യമംഗലം വില്ലേജിൽപ്പെട്ട നീലീശ്വരം കരയും ചേർന്ന് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് 1953 നിലവിൽ വന്നു. അതിന് വളരെ മുൻപ് 1930 മലയാറ്റൂർ വില്ലേജ് പഞ്ചായത്ത് നിലവിൽ വന്നിരുന്നു. കൊച്ചി രാജ്യത്തിന്റെ പ്രദേശങ്ങൾ മാത്രമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നീലീശ്വരത്ത് പഞ്ചായത്ത് സംവിധാനമുണ്ടായിരുന്നില്ല. മറിച്ച് 25 കുടുംബങ്ങൾ വീതമുള്ള നാട്ടുകൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുകൂട്ട പ്രമാണിമാരും ഉണ്ടായിരുന്നു. മലയാറ്റൂർ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടമായിരുന്നു മലയാറ്റൂർ വില്ലേജ് പഞ്ചായത്തിന്റെ ആസ്ഥാനം. ഇതുതന്നെയായിരുന്നു കൊച്ചി രാജാവിന്റെ വേനൽക്കാല വസതിയും. മലയാറ്റൂർ പള്ളിയങ്ങാടിയിലായിരുന്നു ആദ്യകാലത്ത് ഓഫീസ് മന്ദിരം. പിന്നീട് ഓഫീസ് പഞ്ചായത്തിന്റെ മധ്യഭാഗത്ത് വേണമെന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ മലയാറ്റൂർ പടിഞ്ഞാറ് SNDP ശാഖയ്ക്കടുത്തുണ്ടായിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. 1961 മലവെള്ളത്തിൽ ഈ ഓഫീസിൽ വെള്ളം കയറിയപ്പോൾ റിക്കാർഡുകളും സാമഗ്രികളും വള്ളത്തിൽ കയറ്റി നീലീശ്വരത്ത് ഒരു വാടക കെട്ടിടത്തിൽ എത്തിച്ച് പ്രവർത്തനം തുടർന്നു. ജനങ്ങൾ നൽകിയ സംഭാവനകൾ സ്വരൂപിച്ച് വാങ്ങിയതാണ് ഇപ്പോഴുള്ള സ്ഥലം. ഇവിടെ കെട്ടിടം പണിത് ഓഫീസ് ആരംഭിക്കുന്നത് 1962 കർഷകരും കൈവേലക്കാരും തൊഴിലാളികളുമായി സ്വന്തം അധ്വാനശേഷിയെയും പ്രകൃതി വിഭവങ്ങളെയും ആശ്രയിച്ച് ജീവിച്ച സാധാരണക്കാരുടെ സാമൂഹ്യ ജീവിതമാണ് മലയാറ്റൂർ നീലീശ്വരത്തിന്റെ സാംസ്കാരികമായ അടിത്തറ. പഞ്ചായത്തിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള മഹാഗണിത്തോട്ടവും പുഴയുടെ തനിമകൾ കൈവിടാത്ത പെരിയാറും മലയാറ്റൂർ മലയും മണപ്പാട്ടുചിറയും അസുലഭമായ പ്രകൃതി സൗന്ദര്യം നിലനിർത്തുന്ന പ്രദേശങ്ങളാണ്. നവോത്ഥാനത്തിന്റെ അലയൊലികൾ ഇവിടെയും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ മലയാറ്റൂർ സന്ദർശനം ഐത്തോച്ചാടന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പണ്ടാല കറുപ്പൻ, നാരായണൻ തുടങ്ങിയവർ മുൻകൈയെടുത്ത് പട്ടികജാതിക്കാരെയും മറ്റുള്ളവരെയും ഒരുമിപ്പിച്ച് സമൂഹ സദ്യ നടത്തി. 1918 നീലീശ്വരത്ത് SNDP ശാഖയും മലയാറ്റൂരിൽ കൊച്ചി SNDP ശാഖയും നിലവിൽ വന്നത് ഈ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരിൽ ശ്രീ CM കൊടുങ്ങേലി സർവാദരണീയനാണ്. ഒപ്പം ശ്രീ A രാഘവൻ മാസ്റ്റർ ആദ്യകാല പൊതുപ്രവർത്തകരിൽ സ്മരണീയനാണ്. 1923 ഉണ്ടായ മലയാള വർഷം 1099 ഉണ്ടായ വെള്ളപ്പൊക്കം പ്രായം ചെന്നവരിൽ ഭീതിയുണർത്തുന്നു. അന്നത്തെ പ്രളയ ദുരന്തത്തിൽ നദീജലമുയർന്നതിന്റെ അടയാളം മലയാറ്റൂർ പള്ളിച്ചുവരിൽ ഇന്നും സൂക്ഷിക്കുന്നു. മലയാറ്റൂർ തീർത്ഥാടനം. മലയാറ്റൂർ തീർത്ഥാടനം AD 52 ആരംഭിച്ചതായി മലയാറ്റൂർ പള്ളി സുവനീർ രേഖകളിൽ പറയുന്നു. 900-ാം ആണ്ടിൽ മലയാറ്റൂർ പള്ളി സ്ഥാപിച്ചതായി കാണുന്നു. കുരിശുമുടി പള്ളി
1893 സ്ഥാപിച്ചതാണ്. മലയാറ്റൂർ കുരിശുമുടിയുടെ പാവനത ഇവിടുത്തെ ജീവിത സംസ്കൃതിയെയും സാമൂഹിക ബന്ധങ്ങളെയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രാജവാഴ്ചക്കാലം. മലയാറ്റൂർ ഭൂമി തൃപ്പൂണിത്തറ കോവിലകം, നായത്തോട് ദേവസ്വം, ചേരാനല്ലൂർ ദേവസ്വം, കുറിയേടം എന്നിവർ വകയായിരുന്നു. നീലേശ്വരം ഭൂമി വേണാട്ട് രാജാവിൻ്റെയും വടക്കേടത്ത് രാജാവിൻ്റെയും വകയായിരുന്നു. വടക്കേടത്ത് മുകുന്ദൻ രാജാവിൻ്റെ സേനാനായകത്വം വഹിച്ചിരുന്നത് രാമൻ എന്ന പറയനും പറപ്പിള്ളി കുടുംബക്കാരുമായിരുന്നു. നടുവട്ടത്തുള്ള എറളങ്ങാട്ട് ഭഗവതി ക്ഷേത്രം രാമന്റെ വകയായിരുന്നു. ഐക്കുളത്ത് ആശാരിമാരെയും വരാപ്പുഴക്കാരൻ, പുത്തേൻ, മൂലൻ, പറൂക്കാരൻ മുതലായ കുടുംബങ്ങളിലെ പൂർവികരെയും പറവൂർ തമ്പുരാക്കന്മാർ പറവൂരിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. മലയാറ്റൂർ വെസ്റ്റ് പട്ടികജാതി കോളനിയിലെ വള്ളിമണാള ക്ഷേത്രം കൊച്ചി രാജാവിൻ്റെ ദിവാൻ സ്ഥാപിച്ചതാണ്. ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാതിരുന്ന അയിത്തജാതിക്കാരുടെ ആരാധനാവശ്യത്തിനാണ് ഇത് സ്ഥാപിച്ചത്. ആദ്യത്തെ ഉത്സവം രാജാവ് നടത്തുകയും എല്ലാവർക്കും സദ്യ നൽകുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന്റെ ആറാട്ടിനു വേണ്ടിയാണ് കുന്നപ്പിള്ളിച്ചിറ ഉണ്ടാക്കിയത്. മലയും മാറും ഇഴചേർന്നൊഴുകും മഹിതമനോഹര ഗ്രാമം. മലയും മാറും ഇഴചേർന്നൊഴുകും മഹിതമനോഹര ഗ്രാമം. മലയാറ്റൂരൻ ഗ്രാമം, മലയാറ്റൂരൻ ഗ്രാമം. നീലേശ്വരനുടെ വാസഗൃഹത്തിൽ നീലിമയൊഴുകും ഗ്രാമം. നീലീശ്വരമെൻ ഗ്രാമം, നീലീശ്വരമെൻ ഗ്രാമം. മലയും മാറും ഇഴചേർന്നൊഴുകും മഹിതമനോഹര ഗ്രാമം. മലയാറ്റൂരൻ ഗ്രാമം. വിശുദ്ധ തോമാശ്ലീഹതന്നാം വചനപ്രഘോഷിത ഗ്രാമം. വിശ്വാസത്തിൻ നറുതേനൊഴുകും പൊൻകുരിശല്ലോ വൃത്തിൽ. മാനവ ജീവിത സൗഹാർദ്ദത്തിൻ, മാനവ ജീവിത സൗഹാർദ്ദത്തിൻ തീർത്ഥസരോവര ഭൂവേ, എൻ തീർത്ഥസരോവര ഭൂവേ. ദ്വാപരയുഗചരിതത്തിൻ ഗ്രാമം, ബകപുര ഗ്രാമചരിത്രം. കുന്നപ്പിള്ളി ചിറയുടെ ആറാട്ടിൽ മണാള ക്ഷേത്രമുണരുമ്പോൾ വനശ്രീ ഒഴുകും മലയടി
ഇഴചേർന്നൊഴുകും മഹിതമനോഹര ഗ്രാമം മലയും മാറും ഇഴചേർന്നൊഴുകും മഹിതമനോഹര ഗ്രാമം മലയാറ്റൂരൻ ഗ്രാമം മലയാറ്റൂരൻ ഗ്രാമം. തദ്ദേശ ഭരണ അധ്യക്ഷന്മാർ. ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു ശ്രീ കെ ജെ കുഞ്ഞവരാൻ. രണ്ടാമത്തെ പ്രസിഡന്റ് ശ്രീ കെ കെ ആന്റണി. മൂന്നാമത്തേത് ശ്രീ കെ എ ജോയി. നാലാമത്തെ പ്രസിഡന്റ് ശ്രീ എം എം ജോൺ. അഞ്ചാമത്തെ പ്രസിഡന്റ് ശ്രീ ടി കെ സുരേഷ് ബാബു. ആറാമത്തെ പ്രസിഡന്റ് ശ്രീ റൈഫൺ ജോസഫ്. ഏഴാമത്തെ പ്രസിഡന്റ് ശ്രീ തോമസ് ശങ്കുരിക്കൽ. എട്ടാമത്തെ പ്രസിഡന്റ് ശ്രീമതി ആനി ജോസ് പൂണേലി. ഒൻപതാമത്തെ പ്രസിഡന്റ് ശ്രീ മൂലൻ ജോസ്. പത്താമത്തെ പ്രസിഡന്റ് ശ്രീ സേവ്യർ വടക്കുംചേരി. 11ാമത്തെ പ്രസിഡന്റ് ശ്രീ വിൽസൺ കോയിക്കര. 12ാമത്തെ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ ചെങ്ങാട്ട്. നാടൻ കൃഷിവലന്മാർക്കിടയിൽ നിന്നും മണ്ണിനെയും കൃഷിയെയും ഹൃദയ താളമാക്കിയ മലയുടെയും ആറിന്റെയും ഊരായ മലയാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ ചെങ്ങാട്ട്. സാമ്പത്തിക വർഷം 2010 നവംബറിൽ ആണ് ഞങ്ങൾ അധികാരത്തിൽ വന്നതെങ്കിലും 2011-12 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരിക്കാൻ വേണ്ടി ഒരു കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വന്നു. പൊതുപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും അതേപോലെ വികസന കാഴ്ചപ്പാടുള്ളവരുടെയും എല്ലാം നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ വളരെ അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഒരാളോളം കഴിഞ്ഞിട്ടുണ്ട്. 2013-14 കാലഘട്ടത്തിൽ പഞ്ചായത്തിലെ ഏറ്റവും അധികം ആളുകൾ, പ്രത്യേകിച്ച് മലയാറ്റൂർ തിരുനാളിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കോളനി റോഡ്, KSEB ജംഗ്ഷനിൽ നിന്ന് സെബിയൂർ വരെയുള്ള കോളനി റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെ നേരിൽ കാണാനും അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് 45 ലക്ഷം രൂപ മുടക്കി ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞു. അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞു. അതേപോലെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ നീലീശ്വരം മുണ്ടങ്ങാമറ്റം റോഡ് വാഹന ഗതാഗതത്തിന് യോഗ്യമായിരുന്നില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചപ്പോൾ തന്നെ ഒരു വലിയ ഭാരം ഒഴിവാക്കുകയായിരുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഏതാണ്ട് 50 കിലോമീറ്ററോളം ചെറുതും വലുതുമായ റോഡുകളുള്ള ഈ പഞ്ചായത്തിൽ പരമാവധി റോഡുകളുടെ 80% റോഡുകളുടെ ശോച്യാവസ്ഥ ഈ വർഷത്തെ പദ്ധതി കൂടി പൂർത്തിയാക്കുമ്പോൾ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. റോഡ് ഗതാഗതത്തിന്റെ ഉജ്ജ്വല നേട്ടങ്ങളിൽ ചിലത്. പശ്ചാത്തല വികസനത്തിൽ വമ്പൻ ഇടപെടലാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ഗ്രാമീണ പാതകളുടെ പുനരുദ്ധാരണവും പുതിയ റോഡുകളുമൊക്കെയായി ഈ കൊച്ചുഗ്രാമം കാൽനടക്കാർക്കും വാഹന ഗതാഗതക്കാർക്കുമൊക്കെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകിപ്പോരുന്നു. കാർഷിക മേഖല വളരെ ശ്രദ്ധാപൂർവമുള്ള അവധാനതയോടുകൂടിയുള്ള ഇടപെടൽ കൊണ്ട് വളരെ സുശക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞു. എൻ്റെ പേര് അനിത. ഞാൻ മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിൽ കൃഷി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു.
മലയും ആറും ചേർന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ് ഈ മലയാറ്റൂർ പഞ്ചായത്ത്. ഇവിടുത്തെ മണ്ണ് വളരെയധികം ഫലപുഷ്ടി ആയിട്ടുള്ളതും കൃഷിക്ക് വളരെയധികം സഹായമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിൽ മണ്ണ് പൊതുവെ ലാറ്ററൈറ്റ് സോയിലാണ്. 5.5 ആണ് അതിൻ്റെ pH മൂല്യം വരുന്നത്. അസിഡിക് ആയിട്ടുള്ള മണ്ണാണ്. അതിനാൽ ലൈം റെക്കമെൻഡേഷൻ 600 kg/ha എന്ന നിലയിൽ ലൈം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള പദ്ധതികൾ എല്ലാ വർഷവും കുമ്മായ സബ്സിഡിക്ക് കൊടുക്കുന്നതിനായിട്ടുള്ള പദ്ധതികളും നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രധാന കാർഷിക വിളകൾ നെല്ല്, തെങ്ങ്, വാഴ, റബ്ബർ, പച്ചക്കറി, പൈനാപ്പിൾ, കിഴങ്ങുവർഗ്ഗ വിളകൾ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവയാണ്. നെൽകൃഷി ഏകദേശം 85 ഹെക്ടറോളം ഇരിപ്പ് മുണ്ടൻ സീസണിലായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. തെങ്ങ് കൃഷി ഏകദേശം 500 ഹെക്ടറോളം സ്ഥലത്ത് തെങ്ങ് കൃഷി നിലവിലുണ്ട്. മെയിനായിട്ട് ഇടവിളയായിട്ടാണ് ഇവിടെ ജാതി കൃഷി ചെയ്യുന്നത്. ഏകദേശം 250 ഹെക്ടറോളം ജാതി കൃഷി നിലവിലുണ്ട്. വാഴക്കൃഷി ഏകദേശം 200ഓളം ഹെക്ടറിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. വാഴക്കൃഷിക്കും വിവിധ പദ്ധതികൾ ജനകീയാസൂത്രണ വഴിയും കൃഷി വകുപ്പിൻ്റെയും പദ്ധതികൾ നടപ്പിൽ വരുന്നുണ്ട്. പച്ചക്കറി കൃഷി ഒരു 30 ഹെക്ടറോളം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വിവിധ ക്ലസ്റ്ററായിട്ടാണ് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്. ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് കൃഷി വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരവും വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ കഴിഞ്ഞ 2014-15 എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച വെജിറ്റബിൾ ക്ലസ്റ്ററായിട്ട് നമ്മുടെ നീലേശ്വരം ക്ലസ്റ്ററിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ സ്കൂൾ പച്ചക്കറി ഗാർഡൻ മലയാറ്റൂർ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഏറ്റവും മികച്ച സ്കൂൾ ഗാർഡൻ്റെ അവാർഡും നമുക്ക് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ കൃഷി ഏകദേശം 20 ഹെക്ടറോളം ചെയ്തു വരുന്നുണ്ട്. അതിന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരമായിട്ടുള്ള ആനുകൂല്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. വാഴയ്ക്കും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രകാരം വാഴക്കന്നിന് ആനുകൂല്യം നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. കൂടാതെ ഇഞ്ചി, മഞ്ഞൾ, കിഴങ്ങുവർഗ്ഗ വിളകൾ എന്നിവയ്ക്കും കൃഷി വകുപ്പിൻ്റെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പൊക്കം കുറഞ്ഞ ഇനം തെങ്ങുകളെ നമ്മൾ പഞ്ചായത്തിൽ നിന്നുള്ള തെങ്ങുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാർക്ക് ചെയ്ത് അവയിൽ നിന്നുള്ള തേങ്ങ കളക്ട് ചെയ്ത് ജില്ലാ ഫാമിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നീര ഉൽപ്പാദനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഡോർഫ് തെങ്ങിൻ്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ 1 ലക്ഷം യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ തൊഴിൽ പദ്ധതി പ്രകാരം 100ഓളം കർഷകർ ഇവിടെ ഈ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന ടൂറിസം വികസനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറിനും നിവേദനങ്ങൾ നടത്തുകയും 100 ഏക്കർ പരന്നു കിടക്കുന്ന മണപ്പാട്ട് ചിറയുടെ സൗന്ദര്യം അത് പരമാവധി ഈ പഞ്ചായത്തിന് ടൂറിസം മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതകൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയുണ്ടായി. സർവേ അടക്കമുള്ള റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലെ 5 പഞ്ചായത്തുകളെ റെസ്പോൺസിബിൾ ടൂറിസത്തിന് പരിഗണിച്ചപ്പോൾ അത് ഒന്ന് മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തായി മാറി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഗ്രാമസഭ എന്ന ഉദാത്തമായ കൂട്ടായ്മയാണ് സാധാരണക്കാരന് ജനാധിപത്യത്തിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നതിന് നിദാനമാകുന്നത്. അവയിൽ നിന്നും സ്വാംശീകരിക്കുന്ന ആശയങ്ങൾ നിർവഹണം വരെ എത്തിക്കുന്നതിന് കെട്ടുറപ്പുള്ള ഒരു ഭരണസമിതി നിതാന്ത ജാഗ്രത പുലർത്തുന്നു. മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുമാത്രമല്ല, ജനനന്മയ്ക്കായി ഒട്ടനവധി പ്രവർത്തനങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്തു പോരുന്നു. എടുത്തു പറയത്തക്ക 1-2 കാര്യങ്ങൾ ഇത്തരുണത്തിൽ സൂചിപ്പിക്കുകയാണ്. കേരളത്തിലാദ്യമായി ഒരു പഞ്ചായത്ത് പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നേരിട്ട് ഭവന പദ്ധതി നടപ്പാക്കി വീട് പണിത് താക്കോൽദാനം നിർവഹിക്കുന്ന പരിപാടി പഞ്ചായത്ത് നടപ്പാക്കുകയാണ്. ഇല്ലിത്തോട്ടിൽ പഞ്ചായത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് 11 പട്ടികജാതി കുടുംബങ്ങൾക്ക്
15 സ്ക്വയർ ഫീറ്റിൽ ഉള്ള വീടുകൾ പണിത് നാം നൽകുകയാണ്. അതേപോലെ ഈ പഞ്ചായത്തിലെ പട്ടികജാതിക്കാരുടെ ഉന്നമനത്തെ ലാക്കാക്കിക്കൊണ്ട്, സാംസ്കാരിക ഉന്നമനത്തെ ലാക്കാക്കിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ കമ്മ്യൂണിറ്റി ഹാളുകളിലും ലൈബ്രറി കം റീഡിംഗ് റൂം പദ്ധതി നടപ്പാക്കുകയാണ്. പ്രാരംഭ നടപടിയായി മലയാറ്റൂർ ഈസ്റ്റ് കോളനിയിലും മലയാറ്റൂർ വെസ്റ്റ് കോളനിയിലും പഞ്ചായത്ത് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി എന്ന പദ്ധതി ഈ വർഷം തന്നെ നടപ്പാക്കുന്നു. അതേപോലെ ഇതാദ്യമായി ഈ പഞ്ചായത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾക്ക്, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടർ നൽകിക്കൊണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന പരിപാടി ഈ വർഷം തന്നെ ആരംഭിക്കുന്നു. ഇന്ന് ഈ പഞ്ചായത്തിലെ 135ഓളം വരുന്ന JLG ഗ്രൂപ്പുകൾ കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്ക്, പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സ്വന്തം വരുമാനമുണ്ടാക്കുന്ന നടപടിക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞു. ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ 84 ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അടക്കം 101 CDS കമ്മിറ്റികൾ ഉണ്ടായിരുന്നതിൽ 50-ൽ താഴെ സ്ഥാനത്ത് നിന്ന പഞ്ചായത്തിനെ 7ാമത് സ്ഥാനത്തേക്ക് CDSനെ ഉയർത്താൻ വേണ്ടി പഞ്ചായത്തിൻ്റെ നേതൃത്വപരമായ കഴിവ് പ്രയോഗിക്കാൻ എനിക്ക് നല്ല നിലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇക്കഴിഞ്ഞ വർഷം കുടുംബശ്രീ വഴി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ആകെ 7.5 കോടി രൂപയുടെ വായ്പകളും മറ്റ് സഹായങ്ങളുമായി പ്രിയപ്പെട്ട സഹോദരിമാരിലെത്തിക്കാൻ കഴിഞ്ഞത് സ്വയം പര്യാപ്തതയ്ക്ക് ഒരു പുതിയ മാനം നേടാൻ നമുക്ക് കഴിഞ്ഞു. രണ്ടായിരത്തി 15-16 സാമ്പത്തിക വർഷം ഈ പഞ്ചായത്തിനെ സ്ത്രീ സ്വയം പര്യാപ്ത പഞ്ചായത്താക്കി മാറ്റാൻ ഉള്ള ശ്രമം വിജയീഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ വളരെ നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികവും സാമൂഹ്യവുമായ ഉന്നതിക്ക് നല്ല നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നുണ്ട്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശ്രീമതി ജോളി സോജൻ. നമ്മുടെ ഈ CDSൻ്റെ കീഴിൽ എത്ര അയൽക്കൂട്ടങ്ങളാണ്? 276 അയൽക്കൂട്ടങ്ങൾ. ഈ 276 അയൽക്കൂട്ടങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു. അതെത്ര എണ്ണം? 16 അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു. അതിൽ 5 എണ്ണം മാനസിക വെല്ലുവിളി നേരിടുന്ന സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങൾ. ഇതിൽ JLGകളുണ്ടല്ലേ? എത്ര JLG? 136 JLG ഗ്രൂപ്പുകളുണ്ട്. നെൽകൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ വാഴക്കൃഷി ചെയ്യുന്നവരെ തരിശ് നിലങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്തിട്ടാണോ ചെയ്തിരിക്കുന്നത്? അത് കുറച്ച് ഗ്രൂപ്പുകളെല്ലാം തരിശു ഭൂമി എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരൊക്കെ മറ്റേ കൃഷി. ആ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര തരിശു നിലങ്ങൾ നമ്മൾ കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട്? ഒരു 10 ഏക്കറോളം തരിശു ഭൂമി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. മൈക്രോ സംരംഭങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ഇന്നോവേറ്റീവായിട്ട് ഏതെങ്കിലും സംരംഭം എടുത്തു പറയാനുണ്ടോ? മൈക്രോ സംരംഭങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ്. ഇപ്പോൾ ഫ്ലോർ മില്ല് നമ്മൾ പോയി കണ്ടതാണല്ലോ. വളരെ നല്ല രീതിയിൽ 10 SC സ്ത്രീകൾ കൂടി ചെയ്യുന്ന പ്രവർത്തനം. അവർ ശരിക്കും പറഞ്ഞാണെങ്കിൽ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നവരാണ്. ചിലവരാണെങ്കിൽ ഒരു പണി ഒന്നുമില്ലാതെ വീടുകളിൽ ഇരുന്ന കുട്ടികളാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു സംഭവം തുടങ്ങാനായിട്ട് ആദ്യം അവരുടെ വാർഡ് തലത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം വന്നത്. അപ്പോൾ എങ്ങനെ വിജയിക്കുമോ എന്നുള്ളൊരിത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്ഥലമൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഈ കുട്ടികൾക്കും ചെയ്യാൻ നല്ലൊരു ഉത്സാഹം കണ്ടു. അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് സബ്സിഡി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ മിഷൻ വഴി നമുക്ക് തന്നിരുന്നു. 1 ലക്ഷം രൂപ അവർക്ക് സബ്സിഡി ആയിട്ട് കൊടുത്തു, 1 ലക്ഷം രൂപ ലോണായിട്ട് കൊടുത്തു. വളരെ നല്ല രീതിയിൽ അവർ പ്രവർത്തിച്ചു പോയിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ 45 ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആ വർഷത്തിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ 2012-13 ആയപ്പോഴേക്കും 2,90,00,000 രൂപ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. 2013-14 ആയപ്പോഴേക്കും 3,20,00,000 രൂപ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തിലെത്തിച്ചു. അത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി വളരെ പര്യാപ്തമായിരുന്നു. അത്തരത്തിൽ വിവിധ മേഖലകളിൽ സജീവമായ സാന്നിധ്യമായിക്കൊണ്ട്
വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആയുർവേദ ആശുപത്രി സ്വകാര്യ ആയുർവേദ ക്ലിനിക്കുകളെ വെല്ലുന്ന വിധത്തിൽ അവിടെ ചെല്ലുന്ന മുഴുവൻ രോഗികൾക്കും യാതൊരു മരുന്നുകളും പുറത്തേക്ക് കുറിക്കാതെ ആയുർവേദ ആശുപത്രിയും നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്നു. പഞ്ചായത്തിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ഇല്ലിത്തോട്ടിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിന് ഇക്കാലയളവിൽ ഈ 4 വർഷം കൊണ്ട് 34 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഇന്ന് പഞ്ചായത്തിലെ PHC മറ്റ് പ്രദേശങ്ങളിലുള്ള ഒരു സ്വകാര്യ ക്ലിനിക്കിനേക്കാൾ എല്ലാ സൗകര്യവും എല്ലാ സേവനവും ലഭിക്കുന്ന ഒരു സ്വകാര്യ ക്ലിനിക്കിന് തുല്യമായ അഥവാ അതിനേക്കാൾ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതി വളരെ നല്ല നിലയ്ക്ക് ഏതാണ്ട് 173ഓളം രോഗികളെ, കിടപ്പ് രോഗികളെ വീടുകളിൽ പോയി സാന്ത്വനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത് നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനമായി തന്നെ ഞങ്ങൾ വിലയിരുത്തുന്നു. മറ്റ് പരസ്യങ്ങളില്ലാതെ തന്നെ ഏറ്റവും അർഹരായിട്ടുള്ള പാവപ്പെട്ട രോഗികൾക്ക് ഒരു സാന്ത്വന സ്പർശമേകാൻ ഈ പഞ്ചായത്തിന് കഴിയുന്നു. ഇല്ലിത്തോട് ഗവൺമെൻറ് UP സ്കൂൾ ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ 35 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 120ഓളം കുട്ടികൾ പ്രീ പ്രൈമറിയിൽ അടക്കം പഠിക്കുന്നു. അതിൻ്റെ കാരണം ആ സ്കൂളിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഭാവനാപരമായ വിദ്യാഭ്യാസ നടപടികൾ പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിൽ ഭാവനാപരമായ നടപടികൾ കൊണ്ട് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന മലയാറ്റൂർ വെസ്റ്റ് ഗവൺമെൻറ് LPSനെയും പുനരുദ്ധരിച്ച് നല്ലൊരു സ്കൂളാക്കി മാറ്റാനും നല്ല സേവനം നൽകാനും നമുക്ക് കഴിയുന്നു. പഞ്ചായത്തിലെ നീലീശ്വരം ഗവൺമെൻറ് LP സ്കൂളിന് വേണ്ടി കഴിഞ്ഞ 4 വർഷം കൊണ്ട് 25 ലക്ഷം രൂപ, 1 കോടി രൂപ ചെലവഴിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എയ്ഡഡ് സ്കൂളിനേക്കാൾ ഗുണനിലവാരമുള്ള സ്കൂളാക്കി മാറ്റാനും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാനും നമുക്ക് കഴിയുന്നു. പ്രാപ്തരായ അധ്യാപകരുടെ മുഴുവൻ കഴിവുകളും ഇന്നാട്ടിലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതിക്ക് കഴിയുന്നു. UKG ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. വിഷ്ണുപ്രിയ സ്റ്റേജിലേക്ക് ഒരു ഇന്ന് നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളിൽ പ്രധാനപ്പെട്ടത്. ഒന്ന്, വിഷ്ണുപ്രിയയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. വിഷ്ണുപ്രിയയ്ക്ക് എല്ലാവിധ ജന്മദിനാശംസകളും നേർന്നു. ഒപ്പം തന്നെ നമ്മുടെ കൃഷിഭവൻ വഴി നിങ്ങളുടെ ഓരോരുത്തരും വീട്ടിലേക്ക് തന്നുവിട്ട വിത്തുകൾ മുളപ്പിച്ച് നമ്മുടെ 2 കുട്ടികൾ അതിൻ്റെ വിളവെടുപ്പ് നടത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്ന് മത്തങ്ങയും ഒന്ന് കുമ്പളങ്ങയും. ഈ 2 കുട്ടികൾ ആരൊക്കെയാ? അപർണയും ലക്ഷ്മിയും. ഇന്ന് അപർണയും ലക്ഷ്മിയും നിങ്ങളോടൊപ്പം തന്നെ അന്ന് തന്നുവിട്ട വിത്തുകൾ പാകി മുളപ്പിച്ച് ഇതിന്റെ വിളവെടുപ്പ് നടത്തി കൊണ്ടുവന്നിരിക്കുക. കണ്ടോ? എല്ലാവരും കണ്ടോ? ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള വിളവെടുപ്പ് നടത്തി കൊണ്ടുവരണം ഇവിടെ. ഓക്കെ. അപ്പൊ ലക്ഷ്മിക്കും അപർണയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നല്ല അഭിനന്ദനങ്ങൾ നേരാണ്. കാരണം ഇതൊരു മാർഗദീപമാണ്. കാരണം ഈ കുട്ടികള് നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്തി എല്ലാവരുടെ നമുക്ക് നമ്മുടെ അടുത്ത ഈ മാർച്ചിനുള്ളിൽ നമ്മുടെ ഈ മുറ്റ നവീകരണം നല്ല രീതിയിൽ നമുക്കൊരു കളിക്കാനുള്ള ഗ്രൗണ്ടും അതുപോലെ തന്നെ നല്ല രീതിയിലൊരു മുറ്റ നവീകരണം പദ്ധതി നമ്മൾ ഈ വർഷം പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത വർഷം നമുക്ക് ഓടിക്കളിക്കാനും നല്ല രീതിയിൽ ഇപ്പൊ ഈ ഹാളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അതുപോലെ നമ്മൾ മുറ്റമൊക്കെ നവീകരിച്ച് നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് നടത്തി തരും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ,
നീലീശ്വരം ഗവൺമെൻറ് LP സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഗവൺമെൻറ് LP സ്കൂളുകളിൽ ഒന്നാണ് നീലീശ്വരം ഗവൺമെൻറ് LP സ്കൂൾ. ഇവിടെ സ്വന്തമായി യാതൊരു വിഷാംശമില്ലാത്ത ജൈവ കൃഷിയിലൂടെ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി കൊണ്ടുവന്ന 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. അവിടെ മത്തങ്ങയും കുമ്പളങ്ങയുമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഏതൊരു പച്ചക്കറിയിലും വിഷാംശം ഒത്തിരി കലർന്നിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമാകുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഈ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി ഇവിടെ കൊണ്ടുവന്ന 2 കുട്ടികൾക്കും കൂടുതൽ പച്ചക്കറി കൃഷിയിലേക്ക് കുട്ടികൾക്ക് കടന്നു വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്തിലെ മൃഗാശുപത്രി അത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നു. അടിയന്തരമായി പഞ്ചായത്ത് സ്വന്തം സ്ഥലത്ത് സ്വന്തം കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നല്ല നിലയ്ക്കാക്കാനുള്ള ശ്രമം നടക്കുന്നു. നല്ല സൗകര്യമുള്ള പഞ്ചായത്ത് ഓഫീസ് അനിവാര്യമാണ്. ഫ്രണ്ട് ഓഫീസ് സംവിധാനമടക്കം ISO 2009 സർട്ടിഫിക്കേഷന് വേണ്ടി ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചും എല്ലാ സൗകര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് പഞ്ചായത്താക്കി മാറ്റുമ്പോൾ നവീകരിച്ച പഞ്ചായത്ത് ഓഫീസ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. ലെസ് പേപ്പർ പഞ്ചായത്തായി ഇതിനെ മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. പഞ്ചായത്തിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും വളരെ മെച്ചപ്പെട്ട സൗകര്യങ്ങളും മെച്ചപ്പെട്ട സേവനങ്ങളും ഉറപ്പാക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ അവകാശമായിരിക്കുന്നത് പോലെ തന്നെ ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഞ്ചായത്തിൻ്റെ 24 പ്രദേശങ്ങളിൽ നാം സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു പൈലറ്റ് പദ്ധതി നടപ്പാക്കുകയുണ്ടായി. വിജയകരമായ ഈ പദ്ധതി പഞ്ചായത്തിൻ്റെ മറ്റ് മേഖലകളിൽ പ്രത്യേകിച്ച് മുഴുവൻ ജംഗ്ഷനുകളിലും സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ദീർഘവീക്ഷണത്തോടും നല്ല ഭാവനയോടും കൂടി പഞ്ചായത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പഞ്ചായത്ത് അംഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരും പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങളും നല്ല നിലയ്ക്ക് സഹകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഇനിയും വികസനമെത്താത്ത ഭാഗങ്ങളിൽ മുഴുവൻ പ്രദേശങ്ങളിലും വെള്ളവും വെളിച്ചവും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം ഈ വർഷത്തോടുകൂടി പൂർത്തിയാവുകയാണ്. അതേപോലെ പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയിൽ പുതിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ വർഷത്തെ പദ്ധതിയിൽ മാലിന്യ സംസ്കരണത്തിന് 25 ലക്ഷത്തോളം രൂപയുടെ പദ്ധതിയാണ് നാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ മാലിന്യ സംസ്കരണത്തിന് പുതിയ ജൈവ കൃഷിയും മാലിന്യ സംസ്കരണവും പൂർത്തിയാകുന്നതോടുകൂടി രോഗം കുറഞ്ഞ ഒരു പഞ്ചായത്താക്കി മാറ്റാൻ, രോഗികളില്ലാത്ത പഞ്ചായത്താക്കി മാറ്റാനുള്ളൊരു തീവ്ര ശ്രമം നടക്കുന്നു. സന്ദർഭവശാൽ പറയട്ടെ, പ്രതിവർഷം 10 ലക്ഷം രൂപ, ഈ 10 ലക്ഷം രൂപയോളം ഈ നാട്ടിലെ പാവപ്പെട്ട നിർധനരായിട്ടുള്ള രോഗികൾക്ക് ചികിത്സാ സഹായമായി നൽകാൻ പഞ്ചായത്തിന് കഴിയുന്നുണ്ട്. ഉദാരമതികളിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി നാം നടപ്പാക്കി കൊണ്ടിരിക്കുന്നത്. വാർഡ് വികസനത്തിൽ ആഭ്യന്തര മത്സരങ്ങൾ പോലുമുണ്ട്. ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റുന്നതിനായിട്ടാണ് ഇത്. മെച്ചപ്പെട്ട ഒരു ഭരണസമിതി ഉണർന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് ഇവ. എൻ്റെ പേര് KO ജോസഫ്. എൻ്റെ വീട്ടുപേര് കരിങ്ങേൻ. എൻ്റെ വീട് നടുവട്ടത്താണ്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ഞാൻ. 1-ാം വാർഡിൻ്റെ പേര് നടുവട്ടം എന്നാണ്. ഈ വാർഡിൽ ഏതാണ്ട് 1480ഓളം വോട്ടർമാരുണ്ട്. കൃഷിക്കാരും കൂലിവേലക്കാരുമായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ആരാധനാലയങ്ങൾ എൻ്റെ വാർഡിലുണ്ട്. ഒന്ന് പട്ടിക വിഭാഗക്കാർ പൂജ നടത്തുന്ന എറളങ്ങാട്ട് ഭഗവതി ക്ഷേത്രവും 2 യാക്കോബായ സമുദായത്തിൻ്റെ സെൻറ്റ് മേരീസ് യാക്കോബായ ചർച്ചും ആണ് എൻ്റെ വാർഡിൽ ആരാധനാലയങ്ങളായിട്ടുള്ളത്. 1995-2000 കാലഘട്ടത്തിൽ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. അന്ന് 8-ാം വാർഡ് ആയിരുന്നു. ആ 8-ാം വാർഡിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ 1-ാം വാർഡായി മാറിയിട്ടുള്ളത്. വാർഡിൻ്റെ
കിഴക്ക് ഭാഗം കുന്നിലങ്ങാടി 2-ാം വാർഡും ചേർന്നുള്ള ഭാഗത്ത് വളരെയേറെ കുടിവെള്ളത്തിന് പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ തുടങ്ങി വെച്ച ഒരു ജലസേചന പദ്ധതി ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ നടുവട്ടം ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന ഒരു പദ്ധതി. അന്ന് 35 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ആ പദ്ധതി തുടങ്ങി വെച്ചു. പമ്പ് ഹൗസും പൈപ്പ് ലൈനും എല്ലാം സ്ഥാപിച്ചു. കുന്നിലങ്ങാടി ഭാഗത്ത് അതിന് ടാങ്കും പണിത് കുറേയേറെ പ്രദേശത്ത് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു. പിന്നീട് വീണ്ടും ഇപ്പോൾ മെമ്പറായപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വീണ്ടും 15 ലക്ഷം രൂപയോളം ചെലവഴിപ്പിച്ച് അതിൻ്റെ കുറേയേറെ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറേയേറെ ഭാഗത്ത് ആളുകൾ കൃഷിക്ക് വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് ജലസേചനത്തോടൊപ്പം തന്നെ കിണറുകളിൽ ജലസ്രോതസ് ഉയരുന്നു എന്നതുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ ക്ഷാമവും ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് വെള്ളം ലഭ്യമാകുന്നത് മലയാറ്റൂർ പഞ്ചായത്തിലെ നീലീശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന നീലീശ്വരം നമ്പർ 1 ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളമാണ്. ഈ കനാലിൻ്റെ ടെയിൽ എൻഡ് വാലറ്റം എന്ന് പറയുന്നത് നടുവട്ടത്താണ്. നടുവട്ടം ഇറളങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തോട് ചേർന്നുള്ള കാവുങ്ങൽ കുളം എന്ന കുളമാണ് ഈ കനാലിൻ്റെ ടെയിൽ എൻഡ്. ഈ പ്രദേശത്ത് കളിക്കളങ്ങളോ മറ്റ് പൊതു സ്റ്റേഡിയങ്ങളോ ഇല്ലാത്തത് വളരെ ഒരു പ്രശ്നമായിരുന്നു. സ്വകാര്യ വ്യക്തികളെ സമീപിച്ച് ഇതിനാവശ്യമായ സ്ഥലം ലഭ്യമാക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. സൂര്യ ഗ്രൂപ്പിൻ്റെ 1.5 ഏക്കർ വരുന്ന സ്ഥലം നടുവട്ടം ജംഗ്ഷനോട് ചേർന്നുള്ള സ്ഥലത്ത് വാങ്ങി തന്നിട്ടുണ്ട്. എൻ്റെ വാർഡിൽ ഏതാണ്ട് 52ഓളം വിധവകളായിട്ടുള്ള ആളുകളുണ്ട്. ആ വിധവകളായിട്ടുള്ള ആളുകളെ കൂടെ കാര്യങ്ങൾ അവർക്ക് സ്വാഭാവികമായിട്ട് സാമ്പത്തികം ഭർത്താക്കന്മാരും മരിച്ചു, പ്രായമായ ആളുകളുണ്ട്, ചെറുപ്പക്കാരെ പല വിധവകൾക്കും വീട് കൊടുത്തും മറ്റു കാര്യങ്ങളൊക്കെ സഹായിക്കാൻ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ പെൻഷൻ, സാമൂഹിക സുരക്ഷിത പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ആ പെൻഷൻ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമായ ആളുകൾ വളരെയേറെ പേരുള്ള ഒരു വാർഡാണ്. ഒരു 100-125ഓളം ആളുകൾ തന്നെ 65 വയസ്സിന് മീതെ പ്രായമുള്ള ആളുകളാണ് എൻ്റെ വാർഡിലുള്ളത്. അവർക്ക് സാന്ത്വനം അരുളുക എന്ന ലക്ഷ്യത്തോടു കൂടി വാർഡിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പൊതുപ്രവർത്തകരുടെയും നടുവട്ടം പള്ളിയുടെ വികാരിയുടെയൊക്കെ നേതൃത്വത്തിൽ ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നമ്മൾ ഫോം ചെയ്തിരുന്നു. ആശ്വാസ ഭവൻ എന്ന പേരാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അത് പകൽ വീടാണ്. എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സിൽ പ്രായമായ കാരണവന്മാരെ ഞങ്ങൾ വാഹനത്തിൽ കൊണ്ടുവന്ന് ഈ പകൽ വീട്ടിൽ ഇരുത്തുകയും അവർക്ക് പ്രാർത്ഥനയും ചെറിയ എക്സർസൈസും അതുകൂടാതെ തന്നെ പാട്ടും അവർക്ക് ലഘുഭക്ഷണവും കൊടുത്ത് വൈകുന്നേരം അവരെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യത കൂടുതലായപ്പോൾ അത് കഴിഞ്ഞ 5-6 മാസമായി നിർത്തിവച്ചിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോകും. ഞാൻ എൻ്റെ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഞാൻ എൻ്റെ ഓഫീസ് നടുവട്ടം ജംഗ്ഷനിൽ തന്നെ നടുവട്ടം പോസ്റ്റ് ഓഫീസിന് പുറകിലായിട്ടൊരു ഓഫീസ് തുറന്ന് ആ ഓഫീസിൽ ആണ് അത്യാവശ്യം വേണ്ട ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാനും അവർക്ക് വന്ന് കാണുന്നതിനും എനിക്ക് അപേക്ഷകൾ പൂരിപ്പിച്ചു കൊടുക്കുന്നതിനും ഒക്കെയായി ഒരു ഓഫീസ് ഞാൻ തുറന്നു വച്ചിരുന്നു. 1-2 റോഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളും ഈ വർഷത്തോടു കൂടി ടാറിങ്ങും റീടാറിങ്ങും കോൺക്രീറ്റിങ്ങും ഒക്കെ ആയി തീരുന്നു. പ്രധാനമായും ചിറ്റേങ്കെട്ട് റോഡ് എന്ന് പറയുന്ന വെള്ളക്കെട്ട് കൊണ്ട് വളരെയേറെ ജനങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. ആ റോഡ് ഏതാണ്ട് 1.5 അടിയോളം റോഡ് ടാറിങ് റോഡായിരുന്നത് വീണ്ടും ഉയർത്തി റീടാറിങ് ചെയ്ത് അതിൻ്റെ ബാക്കി ഭാഗവും 12 ലക്ഷം രൂപയോളം അതിന് ചിലവഴിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപയും പഞ്ചായത്തിൽ നിന്ന് 7 ലക്ഷം രൂപയും ആണ് അതിന് ചിലവഴിച്ചിട്ടുള്ളത്. പിന്നെ ആലക്കൽ റോഡ് എന്ന റോഡ് അത് റീടാറിങ് നടപടി നടന്നുകൊണ്ടിരിക്കുന്നു. റോസി മെമ്മോറിയൽ റോഡ് എന്ന് പറഞ്ഞാൽ റീടാറിങ് നടത്തി. നടുവട്ടം സെൻട്രൽ റോഡ് എന്ന് പറഞ്ഞ റോഡ് റീടാറിങ് നടത്തി. അതുപോലെ മാണിക്കത്താൻ റോഡ് എന്ന് പറഞ്ഞ റോഡ് കോൺക്രീറ്റ് ചെയ്തു. അതുപോലെ വാളാഞ്ചേരി റോഡ് അത് 2 പ്രാവശ്യമായി കോൺക്രീറ്റ് ചെയ്തു. ഇനി ഈ വർഷമുള്ളത് പാലമറ്റം റോഡ് എന്ന് പറയുന്ന ചെറിയ റോഡ് കോൺക്രീറ്റിംഗ് ആണുള്ളത്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെയാണ് ആലക്കൽ റോഡും ചിറ്റങ്കട്ട് റോഡിൻ്റെ ബാക്കി ഭാഗവും ഈ കൊല്ലം 2 വർഷ പദ്ധതിയായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. സാമൂഹിക സുരക്ഷിത രംഗത്ത് കുടുംബശ്രീ
14 കുടുംബശ്രീ യൂണിറ്റുകളാണ് എൻ്റെ വാർഡിലുള്ളത്. ഒരു ഗ്രാമശ്രീ എന്ന പേരിലുള്ള കുടുംബശ്രീ അവർ പാലപ്പ നിർമ്മാണ യൂണിറ്റ് നടത്തുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ 1-2 യൂണിറ്റുകൾ ചെറിയ തോതിൽ മെഴുകുതിരി നിർമ്മാണ യൂണിറ്റുകൾ നടത്തുന്നു. മറ്റൊന്നുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പകുതിയോളം തൊഴിലാളികൾക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിൽ 100 ദിവസം തൊഴിൽ ലഭിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. 60% ലേബറും 40% മെറ്റീരിയലും എന്ന പദ്ധതി പ്രകാരം എൻ്റെ വാർഡിൽ 2 പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഒരു പദ്ധതിയുടെ പണി തുടങ്ങി. പുഞ്ചകുറ്റി പുഞ്ച തോടിൻ്റെ വലിയൊരു തോടാണ്. വെള്ളക്കെട്ടുണ്ടാകുന്ന പുഞ്ചയിലെ വെള്ളം വറ്റിപ്പോകുന്നതിനും റോഡിൽ നിന്ന് വരുന്ന വെള്ളം നടുത്തോട് ഭാഗത്തേക്ക് ഒഴുക്കി വിടുന്നതിനുള്ള 7 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് റജി മന്നംകുടി, വാർഡ് 2 കുന്നിലങ്ങാടി. വാർഡ് തുടങ്ങുന്നത് മാണിക്കവല എന്ന സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. നടുവട്ടം മാണിക്കവല എറളങ്ങാട്ട് അമ്പലത്തിൻ്റെ മുൻവശവും നടുവട്ടം സെൻറ് ആൻഡ്രീസ് യാക്കോബായ ചർച്ചിനോട് ചേർന്നും അവിടെ നിന്നാണ് ഈ വാർഡ് തുടങ്ങുന്നത്. അവിടെ മുതൽ കന്യമംഗലം ഫോറസ്റ്റ് മേഖല വരെയാണ് ഈ വാർഡിൻ്റെ ഒരു 6 കിലോമീറ്ററോളം ചുറ്റളവിൽ ആ രീതിയിൽ ഫോറസ്റ്റ് വനമേഖലയോട് കൂടിയുള്ളൊരു വാർഡാണിത്. എൻ്റെ വാർഡിൽ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങൾ, ഒന്ന് നടുവട്ടം എറളങ്ങാട്ട് ഭഗവതി ക്ഷേത്രം, 2 കന്യമംഗലം ഭഗവതി ക്ഷേത്രം. ജനസംഖ്യ ഒരു 450ഓളം കുടുംബങ്ങൾ ഈ വാർഡിൽ ഉണ്ട്. അതിൽ 2 പട്ടികജാതി കോളനികൾ, ഒന്ന് നടുവട്ടം മാണിക്കവല പട്ടികജാതി കോളനിയും അതുപോലെ തന്നെ നവോദയം SC കോളനിയും ആണ് 2 കോളനികൾ. അവിടെ കുടിവെള്ള നടുവട്ടം ചീത്തപ്പാറ സ്കീം എന്ന കുടിവെള്ള സ്കീം ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്കീമാണ്. അതുപോലെ തന്നെ നടുവട്ടം സെൻറ് ആൻഡ്രീസ് LP സ്കൂൾ വർഷങ്ങളായിട്ടുള്ള ഒരു സ്കൂളാണ്. പിന്നെ കാരക്കാട് ചെക്ക് പോസ്റ്റും ഫോറസ്റ്റ് സ്റ്റേഷനും കാരക്കാട് എന്ന് പറഞ്ഞ വനമേഖലയെ ബന്ധിക്കുന്ന ഈ വാർഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ചെക്ക് പോസ്റ്റ്. വാർഡിൻ്റെ ഹൃദയഭാഗത്തായി കുന്നലങ്ങാടി ഹോമിയോ ഡിസ്പെൻസറി. ദിവസേന 100 കണക്കിന് ആളുകൾ ഈ ഹോമിയോ ആശുപത്രിയെ ആശ്രയിക്കുന്നു. 2 അംഗൻവാടികൾ നമ്പർ 18, 19. 4 വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഏകദേശം ഒരു 1 കോടിയിൽ പരം രൂപ ഈ 2ാം വാർഡിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിവിധ വകുപ്പുകളിലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വിഹിതമായി ചെയ്യാൻ സാധിച്ചു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളായ നടുവട്ട LA സ്കീം ജില്ലാ പഞ്ചായത്തിന് 30 ലക്ഷം രൂപയും അതുപോലെ തന്നെ നവോദയം പട്ടികജാതി കോളനിയിലേക്ക് ഒരു 30 ലക്ഷം രൂപ വരുന്ന നവോദയം SC കോളനി അതിൻ്റെ സ്റ്റേജ് നിർമ്മാണം അടക്കമുള്ള ഒട്ടനവധി പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതവും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിഹിതമായി ലൈബ്രറി, മകൽമാവ് ലൈബ്രറിക്ക് അടക്കമുള്ള പദ്ധതികൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുന്നലങ്ങാടി വായനശാല, പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വായനശാല തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാൽ എത്രയും വേഗം ഡിസംബറോടുകൂടി പുതിയ പ്രവർത്തനം ആരംഭിക്കുകയായി. നടുവട്ടം അംബേദ്കർ സ്ക്വയർ കോളനിയിൽ ചുറ്റുമതിൽ കെട്ടി സംരക്ഷണം, റോഡ് കോൺക്രീറ്റിംഗ് അടക്കം പട്ടികജാതിക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞു. അതുപോലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നടുവട്ടം പട്ടികജാതി കോളനികളിലും കട്ടവിരിക്കൽ പദ്ധതി പൊതുമരാമത്ത് MLA ഫണ്ട് വഴി നല്ല രീതിയിൽ ആ റോഡിൻ്റെ ഏറ്റവും മോശമായി കിടന്ന റോഡായിരുന്നു. അത് കട്ടവിരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ ഇതര ഫണ്ട് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വാർഡിൻ്റെ ഹൃദയഭാഗത്തായ കുന്നലങ്ങാടിയിൽ സോളാർ ലൈറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നല്ല രീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പട്ടികജാതി കോളനിയിലും 2 പട്ടികജാതി കോളനിയാണുള്ളത്. അതിൽ 2ലും ഒന്ന് നടുവട്ടം മാണിക്കവല അയ്യങ്കാളി സ്ക്വയറിലും സോളാർ ലൈറ്റ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ നവോദയം SC കോളനിയിലെ ഹൃദയഭാഗത്ത് തന്നെ സോളാർ ലൈറ്റ് സ്ഥാപിക്കാൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ബീന രാജു. എൻ്റെ വാർഡിൻ്റെ പേര് മുണ്ടങ്ങാമറ്റം. എൻ്റെ വാർഡ് മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിൽ 3ാം വാർഡ് പഞ്ചായത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വാർഡിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഉള്ളത്. അധികവും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് അധികമായിട്ടുള്ളത്. ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അറിയപ്പെടുന്നൊരു ക്ലബ്ബുണ്ട്, സഹൃദയ. ആ ക്ലബ്ബിൽ ഒട്ടനവധി കുട്ടികൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനും ഒട്ടനവധി കലാപരിപാടികൾ നിരന്തരം നടത്തുന്നൊരു ക്ലബ്ബാണത്. പിന്നെ എൻ്റെ വാർഡിൽ മുണ്ടങ്ങാമറ്റത്ത് ശ്രീ വെള്ളാമ്പഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ വാർഡിലാണ്. വികസനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയെ അഭിവൃദ്ധിയിലാക്കിക്കൊണ്ട് തോടുകൾ, മധുരംകഴി തോടിൽ ഒട്ടനവധി പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. വികസന പദ്ധതിയിൽ പെടുത്തി ഒട്ടനവധി റോഡുകളും ചെയ്തിട്ടുണ്ട്. വികസന ലക്ഷ്യമെന്ന് വെച്ചാൽ വരും വർഷങ്ങളിൽ എൻ്റെ വാർഡിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന വാർഡാണ്.
അത് തെണ്ടുമുകൾ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അവിടെ ജലസംഭരണികൾ തീർത്ത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എൻ്റെ പേര് ഷിബു പറമ്പത്ത്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡുകളിലെ 4ാമത്തെ വാർഡാണ് എൻ്റേത്. വെസ്റ്റ് കോളനി എന്നാണ് വാർഡിൻ്റെ പേര്. മുണ്ടങ്ങാമറ്റം പാടശേഖരം മുതൽ മലയാറ്റൂർ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മണപ്പാട് കുരിശുമുടി വരെ അവസാനിക്കുന്ന വാർഡാണ് എൻ്റേത്. ഹൈന്ദവരും ക്രൈസ്തവരുമാണ് എൻ്റെ വാർഡിൽ ഏറ്റവും കൂടുതലുള്ളത്. വിശുദ്ധ സെബസ്ത്യാനസിൻ്റെ പേരിലുള്ള സെബീർ പള്ളി, 100 കണക്കിന് വർഷം പഴക്കമുള്ള ശ്രീ വള്ളിമണാള ക്ഷേത്രം, എൻ്റെ വാർഡിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ആധുനിക രീതിയിലുള്ള ശ്മശാന ചൂള നിർമ്മാണമാണ് ഈ കഴിഞ്ഞ ഭരണവർഷത്തിൽ എനിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. മറ്റൊന്ന്, കുടിയേറി കോളനി നിവാസികൾക്ക് വേണ്ടിയുള്ള വർഷങ്ങളായുള്ള റോഡിന് വേണ്ടിയുള്ള അവരുടെ ആഗ്രഹം അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ബാലവാടി നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാഗാന്ധിയെയും നേരിട്ട് ദർശിച്ച കുഞ്ഞയ്യപ്പൻ നീണ്ടി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വാർഡിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. 5ാം വാർഡാണ് എൻ്റെ വാർഡ്. പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്. പ്രകൃതി സുന്ദരമായ ഒരു വാർഡാണ് എൻ്റേത്. ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും വടക്കേ കിഴക്കേ ഭാഗം കണ്ട് അതിൻ്റെ അതിർത്തിയാണ് എൻ്റെ വാർഡ്. ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ കുരിശുമുടിയും അന്താരാഷ്ട്ര ടൂറിസം മേഖലയുമായ മലയാറ്റൂർ 100 ഏക്കറോളം വരുന്ന ഒരു ശുദ്ധജല തടാകവും എൻ്റെ വാർഡിലാണ്. 480 കുടുംബങ്ങളും 2000-ഓളം വരുന്ന ജനങ്ങളുമാണ് ജനസാന്ദ്രത. അതിൽ 45 കുടുംബങ്ങളടങ്ങുന്ന ഒരു SC കോളനിയുണ്ട് എൻ്റെ വാർഡിൽ. അവർക്കായിട്ട് ഒരു സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ പണികൾ എല്ലാം പൂർത്തിയായി മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇല്ലിത്തോട് കൂട്ടുകൃഷി ഫാം ചേർന്ന് കിടക്കുന്നത് എൻ്റെ വാർഡിനോട് ചേർന്നാണ്. മലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൂറിസം മേഖലയാണ് മഹാഗണിത്തോട്ടം. ആ മഹാഗണിത്തോട്ടത്തിലേക്ക് പോകുന്ന വഴി എൻ്റെ വാർഡിലൂടെ കടന്നാണ് പോകുന്നത്. കൂടാതെ കാലടി ആദിശങ്കരൻ്റെ പുണ്യഭൂമിയും അതുപോലെ തന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാലും മുന്നൂർപ്പള്ളിയും മഹാഗണിത്തോട്ടവും കുരിശുമുടിയും ഈ ചുറ്റളവിൽ ഇത്രയും ഭാഗത്ത് പോകുന്ന ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് വന്ന് ഒത്തുചേരുവാനും ഈ എല്ലാ ടൂറിസം മേഖലകളിലേക്കും കടന്നു പോകുവാനുള്ള സൗകര്യം ഉള്ള ഒരു റോഡുകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് എൻ്റെ വാർഡ്. ഏറ്റവും വികസന സാധ്യതയുള്ള എൻ്റെ വാർഡിൽ ഇപ്പോൾ മലയോര ഈ ടൂറിസം മേഖലയെയും ശബരിമലയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ വാർഡിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഭൂതത്താങ്കട്ടിലേക്ക് പോകുവാനുള്ള വലിയ ഒരു റോഡ് ഇല്ലിത്തോട് മുളങ്കുഴി റോഡും എൻ്റെ വാർഡിൻ്റെ സൈഡ് കൂടിയാണ് പോകുന്നത്. തന്നെയുമല്ല, അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരും ടൂറിസം മേഖലയും കൂടി ഒരുമിച്ച് കിടക്കുന്ന ഈ 100 ഏക്കറോളം വരുന്ന മണപ്പാട്ട് ചിറയിൽ വളരെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഈ 2013-14 വർഷത്തിൽ മണപ്പാട്ടുചിറ ടൂറിസവുമായി ബന്ധപ്പെട്ട് 2013-14 വർഷത്തിൽ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ 12 ലക്ഷം രൂപയുടെ പദ്ധതി, ഒരു സ്റ്റാളും ബോട്ട് ജെട്ടിയുടെയും പണി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ 14-15 വർഷത്തിൽ 24 കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഇന്നലെ ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ 4 ലക്ഷം രൂപയുടെ പദ്ധതി ഈ ടൂറിസം വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് 2014-15 വർഷത്തിൽ ഞങ്ങൾ പൂർത്തിയാക്കും. പിന്നെ ഞങ്ങൾക്ക് 40 കുടുംബങ്ങൾ SC ഒഴിച്ചാൽ ബാക്കി വരുന്ന ജനറൽ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു LA സ്കീം, മണപ്പാട്ടുചിറ LA സ്കീം, അതായത് വളരെ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ഒരു വാർഡാണ് എൻ്റെ വാർഡ്. അതായത് കുരിശുമുടിയുടെ അടിവാരത്ത് മണപ്പാട്ടുചിറയുടെ കുറച്ച് കിഴക്ക് വശത്തായി കിടക്കുന്ന ഒരു ഉയർന്ന പ്രദേശം, അവിടെ ഒരു 100 കുടുംബങ്ങളോളം ഉള്ള ഭാഗത്ത് കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമം അനുഭവിക്കുന്നത് കൊണ്ട് മണപ്പാട്ടുചിറയിൽ നിന്ന് ഞങ്ങൾ ഒരു LA സ്കീം തുടങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റേതാണ് ആ LA സ്കീം. ഇതുവഴിയായിട്ട് 5-8 വാർഡുകളിൽ ഉള്ള കുടിവെള്ള ക്ഷാമം ഒരു പരിധിവരെ ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നികത്താൻ സാധിക്കുന്നുണ്ട്. 50 വർഷം പഴക്കമുള്ള ഒരു ദേവാലയമുണ്ട് എൻ്റെ വാർഡിൽ. അതുപോലെ ഒരു SC വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ 2 അംഗൻവാടികളുണ്ട്. എൻ്റെ പേര് ഷെല്ലി സുഗു. വാർഡ് 6, മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഇല്ലിത്തോട്. ഈ പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്തുകൂടി പെരിയാർ നദി ഒഴുകുന്നു.
കേരളത്തിൽ ആദ്യമായി കൂട്ടുകൃഷി സംവിധാനം നിലവിൽ വന്നത് ഇല്ലിത്തോട് മുളങ്കുഴി എന്ന 2 വാർഡുകളിലാണ്. 2 ക്രിസ്ത്യൻ പള്ളികളും ഒരു മുസ്ലിം പള്ളിയും ഒരു ഗുരുമന്ദിരവും സ്ഥിതി ചെയ്യുന്നു. കൂടാതെ റൂറൽ വാട്ടർ സപ്ലൈ സ്കീം സ്ഥിതി ചെയ്യുന്നു. അയ്യമ്പുഴ, തുറവൂർ, മലയാറ്റൂർ എന്നീ 3 പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം കൊണ്ടുപോകുന്നത് ഈ വാർഡിൽ നിന്നാണ്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ UP സ്കൂൾ, വായനശാല എന്നിവ ഈ വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. പഞ്ചായത്ത് പട്ടികജാതി കുടുംബങ്ങൾക്ക് നിർമ്മിച്ച് നൽകുന്ന 11 വീട് ഈ വാർഡിലാണ് നൽകിയിട്ടുള്ളത്. പേര് KJ ബോബൻ, വാർഡിൻ്റെ പേര് മുളങ്കുഴി. ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള വാർഡാണ്. തികച്ചും പിന്നോക്ക പ്രദേശമാണ്. കൂട്ടുകൃഷി ഫാമിൻ്റെ ഉത്ഭവത്തോടു കൂടിയാണ് ഈ പ്രദേശത്ത് ജനങ്ങൾ കാര്യമായിട്ട് വന്നത്. അതുകൊണ്ട് തികച്ചും 41 വർഷത്തെ പഴക്കമാണ് ഈ പ്രദേശത്തിനുള്ളൂ. അതുകൊണ്ട് വളരെ പിന്നോക്കാവസ്ഥ ആവാൻ തന്നെ കാരണം റോഡുകൾ 2, 3, 4 കിലോമീറ്റർ വരെ നീളമുള്ള റോഡുകളാണ് അവിടെ ഉള്ളത്. മഹാഗണിത്തോട്ടം എന്ന് പറയുന്ന പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം ഈ പ്രദേശത്താണ്. വികസന പ്രവർത്തനം ഞാനിപ്പോൾ 2ാം വട്ടമാണ് ഈ ഒരു പഞ്ചായത്ത് അംഗമായിട്ട് പ്രവർത്തിക്കുന്നത്. 2000-2005 കാലഘട്ടത്തിൽ ഏകദേശം 50 ലക്ഷം രൂപയോളം വികസന പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിൽ കടന്നിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 60 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രാമസഭ കൂടുന്നതിന് വേണ്ടി വെറ്റു സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അഭാവം ഈ പ്രദേശത്തുണ്ട്. അതിന് പറ്റിയതായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അത് സർക്കാരിൽ നിന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമത്തിൻ്റെ പിറകെയാണ്. ജീവിതമാർഗം പ്രധാനമായിട്ടും റബ്ബറിനെ കേന്ദ്രീകരിച്ചാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ കുറേ പേരുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല റബ്ബർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണത്. RRI. എൻ്റെ പേര് മനോജ് മുല്ലശ്ശേരി. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ്, പുറന്തോട് എന്നറിയപ്പെടുന്ന 8ാം വാർഡിലെ വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ വോട്ടർമാർ 1118 വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത്. 90% റോമൻ കാത്തലിക് താമസിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. 10% ഹിന്ദു, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത്. എൻ്റെ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മലയാറ്റൂർ പ്രസിദ്ധമായ മലയാറ്റൂർ പള്ളിയുടെ ബോർഡറാണ്. പിന്നെ ഒരു ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം, ഒരു അമ്പലം, വളരെ പാരമ്പര്യമുള്ളൊരു അമ്പലമാണ്. അതും പെരിയാറിനോട് തീരത്താണ്. ഈ വാർഡിൻ്റെ ഒരു സൈഡിൽ കൂടെ പെരിയാർ ഒഴുകുന്നുണ്ട്, ഒരു ഭാഗത്ത് കൂടെ പെരിയാർ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ കൂടുതലും അവിടുത്തെ ജനങ്ങളെല്ലാവരും കർഷകരാണ്. കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നവരും കൂലിവേല ചെയ്ത് നടത്തുന്ന ആളുകളാണ് കൂടുതലുള്ളത്. എൻ്റെ വാർഡിലൊരു അംഗൻവാടി സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു ഹെൽത്ത് സെൻറ്റർ, അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടർമാർ വന്ന് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. പിന്നെ വളരെ താഴ്ന്ന ആളുകൾ താമസിക്കുന്ന ഒരു 4 സെൻറ്റ് കോളനി. ആ കോളനി എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളും തിങ്ങി പറയുന്ന 4 സെൻറ്റ് കോളനി ഉണ്ട് എൻ്റെ വാർഡിൽ. കോളനി വർഷങ്ങളായി കോൺക്രീറ്റ് ചെയ്യാതിരുന്നൊരു കോളനിയായിരുന്നു. ആ റോഡ് വളരെ വെള്ളം വർഷക്കാലത്തേക്കും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതിൻ്റെ ഒരു ഭാഗം ഒരു U ആകൃതിയിലുള്ള റോഡിൻ്റെ L ആകൃതിയിൽ കോൺക്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ആ 4 സെൻറ്റ് കോളനിയിൽ സ്ട്രീറ്റ് ലൈൻ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ എല്ലാ പോസ്റ്റുമേയും സ്ട്രീറ്റ് ലൈൻ ഇടാൻ ഈ 5 വർഷത്തിനുള്ളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. SC വിഭാഗം എൻ്റെ വാർഡിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് SC ഫണ്ട് കിട്ടിയിട്ടില്ല. ജനറൽ വിഭാഗത്തിൽ 22ഓളം വീട് നിർമ്മിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാനും, വർഷങ്ങളായി മണ്ണ് വഴിയിലൂടെയും ചെളിയിലൂടെയും നടന്ന വഴികളേക്കും കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാനും, മണപ്പാട്ടുചിറയിൽ നിന്ന് വരുന്ന ഇടതുകര കനാൽ വഴി കുടിവെള്ളം ഈ ഭാഗത്തേക്ക് ക്ഷാമം വന്നപ്പോൾ ആ കനാൽ നവീകരിച്ചുകൊണ്ട് ഒരു 4 ലക്ഷം രൂപ മുടക്കി മണപ്പാട്ടുചിറ എന്നുള്ള ഇടതുകര കനാൽ നവീകരിച്ചതുകൊണ്ട് ആ ഭാഗത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് കുറേ കുടിവെള്ള പദ്ധതി, കുടിവെള്ളത്തിൻ്റെ ക്ഷാമം തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലും സാധാരണക്കാർ താമസിക്കുന്ന വാർഡായതുകൊണ്ട് ഒരുപാട് രോഗികളെ എൻ്റെ സ്വന്തം റിസ്കിൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ലക്ഷങ്ങൾ ഓപ്പറേഷൻ വരുന്ന 2 ബൈപ്പാസ് തന്നെ 3 ലക്ഷം രൂപ LFലേക്ക് ഓപ്പറേഷനിലേക്ക് വരുന്ന ആ സാധനം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാരുണ്യയുടെ ഫണ്ട് മേടിച്ചു കൊടുത്ത്, ഉമ്മൻചാണ്ടിയുടെ ഫണ്ട് മേടിച്ചു കൊടുത്ത് നിസാര 50,000 രൂപ താഴെയുള്ള ചിലവിൽ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാൻ എന്നോട് സാധിച്ചിട്ടുണ്ട്. ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള റോഡിൻ്റെ ഭാഗത്ത് പുഴയുടെ സൈഡ് തോടായിരുന്നു. ആ തോട്
നടപ്പാതെയായിരുന്നു. വർഷക്കാലം കയറി കഴിഞ്ഞാൽ തീർത്ഥാടകർക്ക് അമ്പലത്തിലേക്ക് പോകാൻ ഭക്തജനങ്ങൾക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുൻ ഭരണസമിതിയുടെയും കൂടി പിന്തുണയോടുകൂടി അവരും കൂടി കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി ഈ 5 വർഷക്കാലം ഞങ്ങൾ കയറിയതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ ധനപാലൻ MP-യുടെ നിന്ന് 8 ലക്ഷം രൂപയും ജോസ് തെറ്റയിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപയും കിട്ടി. അവർ കലങ്ക് നിർമ്മിച്ച്, അതായത് വർഷങ്ങളായി അമ്പലം ഉണ്ടായതിനു ശേഷമുള്ള അത്ര വർഷത്തെ അവരുടെ ആ ബുദ്ധിമുട്ട് മാറ്റി ഇപ്പോൾ അമ്പലത്തിലേക്ക് ഗതാഗത യോഗ്യമായി. ഞാൻ രാധാകൃഷ്ണൻ ചെങ്ങാട്ട്, മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ മധ്യത്തിലുള്ള 9ാമത്തെ വാർഡ് മെമ്പർ, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാമത് പ്രസിഡന്റ്. എൻ്റെ വാർഡിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, ഒരു എയ്ഡഡ് LP സ്കൂൾ, വളരെ പ്രസിദ്ധമായ പുരാതനമായ മലയാറ്റൂർ പള്ളി, അതേപോലെ നൂറുകണക്കിന് ആലംബഹീനർക്ക് ആലംബം നൽകുന്ന, ആശ്വാസം നൽകുന്ന ദൈവദാൻ സെൻറ്റർ, അതേപോലെ ഒരു SD കോൺവെൻറ്റ്, ഇത്രയും അടങ്ങുന്ന സ്ഥാപനങ്ങൾ, കൂടാതെ മലയാറ്റൂർ പോസ്റ്റ് ഓഫീസ്, കാത്തലിക് സിറിയൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഇത്രയും ബാങ്കിങ് സ്ഥാപനങ്ങളും മലയാറ്റൂർ 9ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. ഉടനെ നാടിന് തുറന്നു കൊടുക്കുന്ന മലയാറ്റൂർ കോടനാട് പാലം കടന്നെത്തുന്നത് 9ാം വാർഡിലേക്കാണ്. ദൈവവിശ്വാസികളും മതേതര വിശ്വാസികളുമായ ഏതാണ്ട് സന്തുലിതാവസ്ഥയിലുള്ള ഹൈന്ദവ ക്രിസ്തീയ മതവിശ്വാസികളടങ്ങുന്ന ഒരു വാർഡ്, എന്നാൽ തന്നെയും ഭൂരിപക്ഷം ക്രിസ്തീയ സഹോദരന്മാർ ഉള്ള വാർഡ്. ഈ വർഷത്തെ പദ്ധതി കൂടി പൂർത്തിയാകുമ്പോൾ 9ാം വാർഡിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാകുന്നു, നല്ല റോഡുകളായിത്തീരുന്നു. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലുള്ള മൃഗാശുപത്രി വളരെ ശോചനീയമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ 4.5 വർഷത്തെ എൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും എനിക്ക് ദുഃഖം സമ്മാനിക്കുന്ന കാര്യം. പള്ളി, ബഹുമാനപ്പെട്ട മലയാറ്റൂർ പള്ളി അനുവദിച്ച് നൽകിയ സ്ഥലത്ത് മൃഗാശുപത്രി പണിയണം എന്നുള്ള ഉദ്ദേശ്യത്തോടുകൂടി കഴിഞ്ഞ 3 വർഷക്കാലമായി ഫണ്ട് വകയിരുത്തുകയും എന്നാൽ ആ സ്ഥലത്തേക്കുള്ള വഴി ലഭ്യമല്ലാത്തതുകൊണ്ട് ആ പണി വീണ്ടും നീണ്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ട ആലുവ താലൂക്ക് സർവേയർ കഴിഞ്ഞ ദിവസം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തരികയുണ്ടായി. എന്നാൽ പോലും ചില തൽപരകക്ഷികളുടെ സഹായത്തോടുകൂടി ചിലർ ആ ഭൂമി കൈയടക്കി വെച്ചിരുന്നത് റീസർവേയിൽ തെറ്റായ രേഖകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതെല്ലാം നമ്മുടെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുകയാണ്. അതിപ്പോഴും ഒരു തീരാദുഃഖമായി നിലനിൽക്കുന്നു. അടിയന്തിരമായി ആ പദ്ധതി നടപ്പാക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച തീരുമാനവും എൻ്റെ സഹപ്രവർത്തകരുടെ പിന്തുണയും അക്കാര്യത്തിലുള്ളത്. എൻ്റെ പേര് മിനി തോമസ്. ഞാൻ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇത് മലയാറ്റൂർ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാർഡിൻ്റെ പേര് കർത്തനാപുരം. ഈ വാർഡ് പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു വാർഡാണ്. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിലൊന്നായ പന്തയ്ക്കൽ പാടശേഖരം എൻ്റെ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു വികസനമാണ് എൻ്റെ വാർഡിൽ ലക്ഷ്യമിടുന്നത്. പന്തയ്ക്കൽ പാടശേഖരത്തിന് കൃഷിക്ക് വേണ്ടതായ വെള്ളം തിരിക്കുന്നതിനുള്ള സൗകര്യമെടുക്കാനുള്ള ലീഡിംഗ് ചാനലുകളുടെ നിർമ്മാണമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു. ഇനി പുതുതായി വരും വർഷങ്ങളിൽ വെള്ളം എത്താത്ത ഭാഗത്ത് ലീഡിംഗ് ചാനലുകൾ പുതുതായി നിർമ്മിച്ച് വെള്ളം എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കടമയായിട്ട് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ വാർഡിൽ ഏകദേശം 450-നും 500-നും ഇടയ്ക്ക് കുടുംബങ്ങളുണ്ട്. ഇതിൽ ക്രിസ്ത്യൻസും ഹിന്ദുസുമാണ് കൂടുതലായിട്ടുള്ളത്. ഒരു മുസ്ലിം കുടുംബം മാത്രമാണ് ഉള്ളത്. ഒരു LP സ്കൂളുണ്ട്, സെൻറ്റ് ജോസഫ് LP സ്കൂൾ. 2 റോഡുകളുടെ നിർമ്മാണം ഏകദേശം പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. അത് വരും വർഷങ്ങളിൽ ഈ റോഡുകളുടെ പണി പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു അംഗൻവാടി ഇല്ല എന്നുള്ളത് എൻ്റെ വാർഡിനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു അംഗൻവാടി ഉണ്ടാക്കുക എന്നുള്ളത് സ്വന്തമായ ഒരു സ്ഥലം കണ്ടെത്തി ആ ഭാഗത്ത് ഒരു അംഗൻവാടി പണിയുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. വനിതകൾക്ക്, കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം എന്നുള്ള നിലയ്ക്ക് 2 കുടുംബശ്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിനെ ലക്ഷ്യമാക്കി ജാതിക്ക ബിസിനസ്, അതോടൊപ്പം തന്നെ ആട് വളർത്തൽ,
ഈ 2 കാര്യങ്ങളും വനിതാ ഘടക പദ്ധതിയുടെ ഭാഗമായിട്ട് ഫണ്ട് പാസ്സായിട്ടുണ്ട്. എൻ്റെ വാർഡിൽ നിന്നും മലയാറ്റൂർ അടിവാരം റൂട്ടിലേക്ക് വളരെ നാശമായി കിടന്നിരുന്ന റോഡ് 45 ലക്ഷം രൂപ ഫണ്ട് സർക്കാരിൽ നിന്നും നേടിയെടുത്ത് ആ റോഡ് നന്നാക്കാൻ സാധിച്ചു. എൻ്റെ വാർഡിലുള്ളൊരു ചിറയാണ് വെങ്കിളത്ത് ചിറ. അത് നാശമായി കിടക്കുന്നൊരവസ്ഥയിലാണ്. അത് നന്നാക്കുന്നതിന് ഒരു 50-60 ലക്ഷം രൂപയോളം ചിലവ് വരും. അത് നന്നാക്കിയെടുക്കുകയാണെങ്കിൽ പന്തയ്ക്കൽ പാടശേഖരത്തിലേക്കും അതോടൊപ്പം തന്നെ ആ ഭാഗത്തുള്ള വീട്ടുകാർക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അത് നന്നാക്കുക എന്നതാണ് എൻ്റെ ഒരു സ്വപ്നം. എൻ്റെ പേര് മിനി സുരേന്ദ്രൻ. ഞാൻ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ 11-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിൽ 2300ഓളം ജനങ്ങൾ അധിവസിക്കുന്നു. എൻ്റെ വാർഡ് പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. വാർഡിൻ്റെ തെക്ക് ഭാഗത്തു കൂടി പെരിയാർ നദി ഒഴുകുന്നുണ്ട്. വാർഡിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കാൻ കഴിയും വിധം ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രവും കപ്പേളയും വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുഖ്യ തൊഴിൽ കൃഷി ആണെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ പുറം ജോലികളിലും ജനങ്ങൾ വ്യാപൃതരാണ്. ഒരു മണൽവാരൽ കടവ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൽ നിന്ന് പഞ്ചായത്തിന് ഒരു വരുമാനം ലഭിക്കുന്നുണ്ട്. ഗോതമ്പ് റോഡ് 4 സെൻറ്റ് കോളനി എന്ന് പറയുന്ന പഞ്ചായത്ത് വക ഭൂമിയാണ്. അതിൽ ആർക്കും തന്നെ പട്ടയം നൽകിയിട്ടില്ല. കുറച്ച് പേർക്ക് കൈവശരേഖയുണ്ട്. കുറേ പേര് കൈമാറ്റം ചെയ്ത് വന്നിട്ടുള്ളവരാണ്. മണൽവാരൽ ഉള്ള പ്രദേശമായതുകൊണ്ട് പുഴയുടെ തീരവും കടവുകളും കെട്ടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ പേര് വിജി രജി. ഞാൻ 12-ാം വാർഡ് മെമ്പറാണ്. 12-ാം വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാർഡിൽ ഏകദേശം 500ഓളം കുടുംബങ്ങളുണ്ട്. അമ്പലം, പള്ളി അങ്ങനെ പ്രത്യേകിച്ച് ആരാധനാലയങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് LP സ്കൂളുണ്ട്. പള്ളിപ്പെട്ട ഓട്ട് കമ്പനി റോഡ് ഞാൻ ഈ ഭരണസമിതിയിൽ വന്നതിന് ശേഷം ചെയ്ത വർക്കാണ്. കൂടാതെ പ്ലാപ്പള്ളിക്കാവല ഓട്ട് കമ്പനി റോഡ്, നീലീശ്വരം മുണ്ടങ്ങാമറ്റം റോഡ് PWD ഏറ്റെടുത്ത് MLA സഹായത്തോടെ 25 ലക്ഷം രൂപയോളം ഏറ്റെടുത്ത് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് 5 ലക്ഷം രൂപയുടെ പൈപ്പ് കണക്ഷൻ നീട്ടുന്ന അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്രിയദർശിനി റോഡ് റീടാറിങ് ചെയ്യാൻ സാധിച്ചു. മധുരംകുഴി റോഡ് റീടാറിങ്, YMA പ്ലാപ്പള്ളിക്കവല ലിങ്ക് റോഡ് റീടാറിങ്, അംഗൻവാടി മെയിൻ്റനൻസ് 65,000 രൂപ ഉപയോഗിച്ച് അത് ചെയ്യാൻ സാധിച്ചു. കൂടാതെ വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു PHCയുടെ ആരോഗ്യ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കാനായിട്ട് ഒരു സബ് സെൻ്റർ ഉണ്ട് വാർഡിൽ. പെൻഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1407ഓളം പേർക്ക് പെൻഷൻ നൽകാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അംഗൻവാടിയാണെങ്കിൽ വാർഡിൽ നമ്മുടെ പഞ്ചായത്തിൽ 25ഓളം വരുന്ന അംഗൻവാടികളുണ്ട്. അതിൽ സ്വന്തമായി കെട്ടിടങ്ങളുള്ള 12 അംഗൻവാടികളുണ്ട്. അതിൽ കൂടാതെ 3 അംഗൻവാടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ക്ഷേമകാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രവർത്തന മേഖലയാണ് കുടുംബശ്രീ. സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീ പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ആട് ഗ്രാമം, പോത്ത് ഗ്രാമം, പശു ഗ്രാമം എന്നിങ്ങനെ ഉള്ള സംരംഭങ്ങൾ തുടങ്ങാൻ സാധിച്ചു. എടുത്തു പറയത്തക്ക രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ജനനി ഫ്ലവർ മില്ല് SC യൂണിറ്റാണ്, ഹോളോ ബ്രിക്സ് യൂണിറ്റ്, അതുകൂടാതെ 3 ഷീ ഓട്ടോറിക്ഷ എന്നിങ്ങനെ 3 നല്ല സംരംഭങ്ങൾ ഈ അടുത്തിടെ ഞങ്ങൾക്ക് തുടങ്ങാൻ കഴിഞ്ഞു. ഏകദേശം ഒരു 5 കോടി രൂപയിൽ മുകളിൽ കുടുംബശ്രീ അംഗങ്ങളുടെ കൈകളിലേക്ക് പലവിധ ലോണുകളും മറ്റുമായി സംരംഭങ്ങളുമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വർഷവും 3 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി വൻ വിജയത്തിലെത്തിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക്, നമ്മുടെ പഞ്ചായത്തിലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എല്ലാ വർഷവും നൽകി വരുന്നു. ഒരു വെള്ളക്കെട്ട് ഉള്ള ഒരു സ്ഥലത്ത് കാന നിർമ്മാണത്തിലേക്ക് അതിനായി 2 ലക്ഷം രൂപയോളം ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ നീലീശ്വരം നമ്പർ 1 കനാലിൻ്റെ മെയിൻ്റനൻസിനായി തുക അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ നീലീശ്വരം ഗവൺമെൻറ് LP സ്കൂളിൽ ഷീറ്റ് മേയൽ, കൂടാതെ മെയിൻ്റനൻസ്, ഒരു പുതിയ അടുക്കള നിർമ്മാണം, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഹോള് ഷീറ്റ് മേയുന്നതിന്, അങ്ങനെ സ്കൂളിൻ്റെ ഒരു ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഏകദേശം 22 ലക്ഷം രൂപയോളം പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട് നിർമ്മാണം, അതുപോലെ കിണർ നിർമ്മാണം, കക്കൂസ് നിർമ്മാണം, വീട് മെയിൻ്റനൻസ്,
മെയിൻ്റനൻസ് എന്നിങ്ങനെ ഒത്തിരി അനുകൂലങ്ങൾ പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി നോക്കിയാൽ വാർഡിൽ ഏകദേശം 60 ലക്ഷത്തോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് തുക ചിലവഴിക്കാൻ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പേര് ലിസി ഡേവിസ്. ഞാൻ മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡ് മെമ്പറാണ്. ഞാൻ പഞ്ചായത്ത് ഇരിക്കുന്ന വാർഡാണ് എൻ്റെ വാർഡ്. ഇവിടെ 980 വോട്ടർമാരാണുള്ളത്. 400 കുടുംബാംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വാർഡിൽ നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളുമായിട്ട് ആളുകൾ നല്ല രീതിയിൽ അവരുടെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടു പോകുന്നു. അതുപോലെ തന്നെ ഈ വാർഡിൽ 2 ആരാധനാലയങ്ങൾ ഉണ്ട്. ഒരു ആരാധനാലയം പഞ്ചായത്തിനോട് തൊട്ടടുത്താണ്. അത് നീലീശ്വരം കരേറ്റമാത കോവേന്തപ്പള്ളിയാണ്. രണ്ടാമത്തെ ദേവാലയം കൊറ്റമം സെൻറ്റ് ജോസഫ് ദേവാലയം. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു മന്ദിരവും ഈ വാർഡിലുണ്ട്. 4 സ്കൂളുകളാണ് ഈ വാർഡിൽ ഉള്ളത്. SNDP ഹൈസ്കൂൾ ഈ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ SLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച വിദ്യാലയമാണിത്. രാജ്യ പുരസ്കാർ അതുപോലെ തന്നെ ഹരിത പുരസ്കാർ എന്നീ നേട്ടങ്ങൾ ആ വിദ്യാലയത്തിന് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ആണ്. ഈ ഹയർ സെക്കൻഡറി SNDP സ്കൂളിനോട് തൊട്ട് ചേർന്ന വിദ്യാലയമാണ്. പിന്നെ ഒരു വിദ്യാലയം സെൻറ്റ് ജോസഫ് പള്ളിയോട് ചേർന്ന് കാണുന്ന LP സ്കൂള്. പിന്നെ വിമല നഴ്സറി വിദ്യാലയവും ഈ വാർഡിൽ ഉണ്ട്. അതുപോലെ തന്നെ FC കോൺവെൻറ്റ് ഈ വാർഡിൽ ഉൾപ്പെടുന്നു. 2 ബാങ്കുകൾ ഈ വാർഡിൽ ഉണ്ട്. കൃഷിഭവൻ ഈ 13ാം വാർഡിലാണ് ഉള്ളത്. നമ്മുടെ വാർഡിൽ അതിമനോഹരമായ ഒരു ഓഡിറ്റോറിയമാണ് കൊറ്റമ്മം ഓഡിറ്റോറിയം. കൊറ്റമ്മം പ്രദേശത്തെ ലക്ഷ്യമാക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ വക ഉൾക്കൊണ്ട് ഒരു ഡ്രൈനേജിൻ്റെ പണി ഇപ്പോൾ നടത്തിക്കൊണ്ടു പോവുകയാണ്. എൻ്റെ വാർഡിൻ്റെ പേര് കളമ്പാട്ടുപുരം. വളരെ മനോഹരമായ കൊറ്റമം മുക്കടായി തോടിൻ്റെ തീരപ്രദേശത്താണ് എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 400ഓളം വീട്ടുകാർ എൻ്റെ വാർഡിൽ താമസിക്കുന്നുണ്ട്. 950 വോട്ടർമാരുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എന്നിങ്ങനെയുള്ള 3 മതവിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന വിശുദ്ധ റോക്കി പുണ്യവാളൻ്റെ കപ്പേളയും എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയാനായിട്ടുള്ളത് ഒരു അംഗനവാടിയും അതിനകത്ത് തന്നെ വനിതാ ശിശു വികസന കേന്ദ്രമാണ് ഉള്ളത്. വികസന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊറ്റമം തോട്ടിൽ ഒരു തടയണ നിർമ്മിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിവിധ തരം റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി പൂർത്തിയാക്കാനുള്ള ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ വാർഡിലുള്ള ഒരു അംഗനവാടി പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. അതിന് സ്വന്തമായി ഒരു സ്ഥലം വാങ്ങിച്ച് കെട്ടിടം പണിത് ഈ അംഗനവാടി ആ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കണമെന്ന് അതിയായ ആഗ്രഹം എനിക്കുണ്ട്. മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിശ്വകർമ്മപുരം എന്ന 15ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പറാണ് ഞാൻ. പേര് ജോയി അബോക്കാരൻ. 15ാം വാർഡിന് വിശ്വകർമ്മം എന്ന പേര് വരാൻ തന്നെ കാരണം അവിടെ വിശ്വകർമ്മജർ കൂടുതലുള്ളത് കൊണ്ടാണ് വിശ്വകർമ്മപുരം എന്ന ആ വാർഡിന് പേര് വരാൻ കാരണം. 400 പരം കുടുംബങ്ങളാണ് 15ാം വാർഡിൽ പാർക്കുന്നത്. സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തമായി കെട്ടിടം പണിയാതിരുന്ന 2 അംഗനവാടികൾക്ക് നാട്ടിലെ നല്ലവരായ ആളുകളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ച് 2 അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങുകയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടങ്ങളും പണിയാൻ സാധിച്ചത് ഏറ്റവും വലിയൊരു നേട്ടമായി ഞാനതിനെ കാണുന്നു. തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എടുത്ത് നോക്കിയാലും ഏറ്റവും ആദ്യമായിട്ട് യൂണിഫോം കൊണ്ടുവന്ന ഒരു വാർഡ് എന്ന ഒരു വിശേഷം കൂടി 15ാം വാർഡിന് നൽകിയിരിക്കുന്നു. മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ നിൽക്കുന്നവർ എല്ലാവരും. 100ൽ പരം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകതയാണ് ഇപ്പോൾ കാണുന്ന തൊഴിലുറപ്പ് യൂണിഫോം അണിഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികൾ, തൊപ്പിക്കോടെ അണിഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല ഈ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലയിൽ തന്നെ ഈ വാർഡിൻ്റെ ഒരു പ്രത്യേകതയെ നാം കാണുന്നു. ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂട്ടായ്മയാണ് നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് 60/40 മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള വർക്കുകൾ തുടങ്ങാൻ സാധിച്ചതും അതിൻ്റെ ഉദ്ഘാടനം ഈ വാർഡിൽ നടത്താൻ സാധിച്ചതും മറ്റുള്ള വാർഡുകളിൽ മടിച്ചു നിൽക്കുമ്പോഴും 15ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ രംഗത്തേക്ക് കടന്നു വന്നതിൻ്റെ
ഒരു സൂചനയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആട്ടോക്കാരൻ ലീഡിംഗ് ചാനൽ. അത് മറ്റുള്ള വിദഗ്ധ തൊഴിലാളികൾക്കാളും ഭംഗിയായി നമ്മുടെ ഈ 15-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പണി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. കഴിഞ്ഞ 2012-13 ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആത്മാർത്ഥത കൊണ്ട് 40ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 ദിവസം തൊഴിൽ ലഭിക്കുവാൻ 2012-13 വർഷം കാരണമായി. ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാ മേഖലകളിലും പണിയെടുക്കാൻ തയ്യാറാണെങ്കിലും 15-ാം വാർഡിൽ ഭൂവിസ്തൃതി കുറവുള്ളതുകൊണ്ട് തൊഴിലുറപ്പ് ദിനങ്ങൾ കുറവായി ലഭിക്കുന്നു. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മെമ്പറുമായി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തൊഴിലുറപ്പ് പദ്ധതിയുടെ പുരോഗമനത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. അതിൻ്റെ തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു യൂണിഫോം. അത് ഈ 15-ാം വാർഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ നാടിൻ്റെയും അതേപോലെ തന്നെ ഈ വാർഡിൻ്റെയും ശുചിത്വത്തിനും പുരോഗതിക്കുമൊക്കെ വേണ്ടി അക്ഷീണം ഒരു ലാഭേച്ഛയും കൂടാതെ പ്രവർത്തിച്ചു പോരുന്ന ഞങ്ങളുടെ പ്രിയ നേതാവായ വാർഡ് മെമ്പർ അതൊന്നും തട്ടിക്കളയാതെ അതിലൊന്നുകൂടി പുരോഗമനങ്ങൾ വരുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ മുൻപിൽ തന്നെ നിന്നുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന് പോരുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ അന്നപൂർണേശ്വരി ദേവീക്ഷേത്രവും മധുരമീനാക്ഷി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് 15-ാം വാർഡിലാണ്. അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയേന്തി എല്ലാ വർഷവും അയ്യപ്പൻ വിളക്ക് മഹോത്സവം കൊണ്ടാടുന്ന ഒരു വാർഡാണ് 15-ാം വാർഡ്. അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയേന്തി മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ വന്ന് അവിടെ അയ്യപ്പ വിളക്ക് മഹോത്സവം എല്ലാ വർഷവും കൊണ്ടാടും. കുടുംബശ്രീയെക്കുറിച്ച് പറയുമ്പോൾ 21ഓളം കുടുംബശ്രീകൾ നമ്മുടെ വാർഡിൽ പ്രവർത്തിക്കുന്നു. ഒട്ടേറെ JLG ഗ്രൂപ്പുകളും തൊഴിൽ സംരംഭങ്ങളും പ്രവർത്തിക്കുന്ന ഒരു വാർഡാണ് 15-ാം വാർഡ്. അതിൽ എടുത്തു പറയാവുന്ന ഒരു സംരംഭമാണ് മരിയ കുടുംബശ്രീ സോളിഡ് ബ്രിക്സ് യൂണിറ്റ്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വനിതാ സംരംഭമാണ്. വാർഡിലെ സഞ്ചാരയോഗ്യമല്ലാതിരുന്ന പല മൺ റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുകയും ഒപ്പം ടാറിങ് ചെയ്തിരുന്ന റോഡുകൾ റീടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ പഞ്ചായത്തിൽ എടുത്തു പറയാവുന്ന ഒരു ലീഡിംഗ് ചാനലാണ് മലയാറ്റൂർ നീലീശ്വരൻ നമ്പർ 2 ലീഡിംഗ് ചാനൽ. അതുമൂലം ഈ വാർഡിലെ ഒട്ടേറെ കൃഷി രീതികൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ഈ നീലീശ്വരൻ നമ്പർ 2 കനാൽ വഴി സാധിക്കുന്നുണ്ട്. വിശ്വകർമ്മപുരം എന്ന വാർഡിൽ കുടിവെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന ഒരു വാർഡായിരുന്നു. അങ്ങനെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന വാർഡുകളിൽ കുടിവെള്ള പൈപ്പ് ലൈൻ വലിക്കുകയും പൊതു ടാപ്പുകൾ സ്ഥാപിക്കാൻ സാധിച്ചതുവഴി കുടിവെള്ളത്തിന് ഒരു പരിധിവരെയുള്ള പരിഹാരം കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അർഹരായ ഒട്ടേറെ ആളുകൾക്ക് പെൻഷൻ ലഭിക്കാതിരുന്നവർക്ക് എൻ്റെ ഈ കാലഘട്ടത്തിൽ പെൻഷൻ വാങ്ങിക്കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 15-ാം വാർഡിലെ പല ഭാഗങ്ങളിലും ഇരുട്ടുകൊണ്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാതിരുന്ന ഭാഗങ്ങളിൽ സെൻസറുള്ള ലൈറ്റുകൾ സ്ഥാപിച്ച് അവർക്ക് വെളിച്ചം നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. ആരോഗ്യരംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അലോപ്പതിയും ഹോമിയോവും ആയുർവേദവും പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നു.
ഈ 2010-15 കാലഘട്ടത്തിൽ ഈ കെട്ടിടങ്ങളുടെയും ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ആയുർവേദത്തിൻ്റെയും ഹോമിയോ ആശുപത്രിയുടെയും അലോപ്പതി ആശുപത്രിയുടെയുമൊക്കെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ സാധിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഈ പഞ്ചായത്തിലെ PHCയെ ജില്ലയിലെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്ര കമ്മിറ്റി അന്വേഷിക്കുന്നതിൽ ആ ലിസ്റ്റിൽ പെടുവാനായിട്ട് ഈ പഞ്ചായത്തിലെ PHCയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ പെയിൻ ആൻഡ് പാലിറ്റീവ് പദ്ധതി തുടങ്ങുവാൻ സാധിച്ചത് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ്. ഓരോ വർഷവും ഇതിനു വേണ്ട ഫണ്ടുകൾ വെച്ച് പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകം നേതൃത്വം കൊടുത്തു വരുന്നു. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഓരോ വർഷവും കടന്നു വരുന്ന രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് അവർക്ക് വേണ്ട നിർദ്ദേശം നൽകുകയും കൊതുക് നശീകരണത്തിനുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കുകയും ഒരു പരിധിവരെ രോഗങ്ങൾ തടയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആയുർവേദ രംഗത്തായാലും കെട്ടിടത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ വരുന്ന രോഗികൾക്ക് വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടവും എല്ലാം തയ്യാറാക്കി ഏകദേശം 4 ലക്ഷം രൂപയോളം ഓരോ വർഷവും ആയുർവേദ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ ഹോമിയോ പഞ്ചായത്തിൻ്റെ നടുവട്ടം ഭാഗത്താണ് ഹോമിയോ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ആരോഗ്യരംഗത്ത് രോഗങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ വർഷവും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ആയുർവേദവും ഹോമിയോവും അലോപ്പതിയും ചേർന്ന് സംയുക്തമായി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിവരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് 3 ഗവൺമെൻറ് വിദ്യാലയങ്ങളാണ് ഈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം 2 ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളടക്കം 9ഓളം വിദ്യാലയങ്ങൾ ഈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗവൺമെൻറ് വിദ്യാലയങ്ങളുടെ ഉന്നമനത്തിനായി ഓരോ വർഷവും ഒട്ടേറെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് വിദ്യാലയത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇല്ലിത്തോട് ഗവൺമെൻറ് UP സ്കൂളിന് വേണ്ടിയിട്ട് ഏറെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇല്ലിത്തോട് സ്കൂളിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ സാധിച്ചത് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ്. ഒപ്പം മലയാറ്റൂർ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ സാധിച്ചതും ഒപ്പം നീലീശ്വരം ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഏറെ ലക്ഷങ്ങൾ ചെലവഴിച്ച് ആ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ സാധിച്ചതും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്താണ്. 3 ഭാഗങ്ങളിൽ 3 ലൈബ്രറികൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഒപ്പം പഞ്ചായത്തിൽ 7ഓളം അംഗീകൃത ലൈബ്രറികൾ പ്രവർത്തിച്ചു വരുന്നു. ഈ ലൈബ്രറികൾക്ക് ഓരോ വർഷവും ഫണ്ട് വെച്ച് ഈ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതി കൂടി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ KJ പോൾ മാസ്റ്റർ, മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത് 16ാം വാർഡ് മെമ്പർ. വാർഡിൻ്റെ പേര് മധുവിന്മേൽ. നീലീശ്വരം ജംഗ്ഷൻ മുതൽ കളമ്പാട്ടുപുരം മുക്കടായി ഗ്രൗണ്ട് വരെ ഈ വാർഡ് വ്യാപിച്ചു കിടക്കുന്നു. 1500ഓളം വോട്ടർമാരുള്ള ഒരു വാർഡാണത്. പ്രധാനമായും കാർഷിക മേഖലയാണ് വാർഡിൻ്റെ മുഖമുദ്ര. വാർഡിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഒന്ന് നീലീശ്വരം ജംഗ്ഷനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മലയാറ്റൂർ നീലീശ്വരം സർവീസ് സഹകരണ ബാങ്കാണ്. ബാങ്കിൻ്റെ മെയിൻ ഓഫീസ് 16ാം വാർഡിലാണ്. മറ്റൊരു സ്ഥാപനം നീലീശ്വരത്ത് തന്നെയുള്ള അസംഷൻ മൊണസ്ട്രിയുടെ കീഴിലുള്ള പുത്തേൻ ആൻ്റണി മെമ്മോറിയൽ ഹാളാണ്. മറ്റൊരു സ്ഥാപനം ജീവിതാൻ കോൺവെൻ്റാണ്. കഴിഞ്ഞ 26 വർഷമായി അവിടെ ഒരു നഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്നു. സിസ്റ്റേഴ്സ് ഓഫ് പ്രിഷ്യസ് ബ്ലഡ് എന്ന കോൺഗ്രിഗേഷനാണ് ഈ സ്ഥാപനം നടത്തി വരുന്നത്. പിന്നീടുള്ള മറ്റൊരു സ്ഥാപനം 16ാം വാർഡിലുള്ള ഒരു ആരാധനാലയം മധുവിന്മേൽ ശിവക്ഷേത്രമാണ്. പഞ്ചായത്ത് മെമ്പർ എന്ന നില മാത്രമല്ല, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് പഞ്ചായത്തിൽ അഭൂതപൂർവമായ വികസനം കഴിഞ്ഞ 4-5 വർഷക്കാലത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന റോഡുകളോട് കേന്ദ്രീകരിച്ചുള്ള 8 ലിങ്ക് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. കളമ്പാട്ടുപുരത്ത് 16ാം വാർഡിനോട് ചേർന്ന് കൊറ്റമൻ തോടിൻ്റെ ഓരത്തായി മനോഹരമായ ഒരു കളിസ്ഥലമുണ്ട്. അധികാരമേറ്റ ഉടനെ ബഹുമാനപ്പെട്ട MP-യുടെ ഫണ്ടിൽ നിന്ന് സഹായം ലഭ്യമാക്കി ഈ ഗ്രൗണ്ടിന് ചുറ്റുമതിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ അതിന് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് നെറ്റ് ഇടുന്നുള്ള സംവിധാനം കൂടെ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഞ്ചായത്ത് കമ്മിറ്റി ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. 2 മെയിൻ റോഡുകൾ ഈ കാലയളവിൽ റീടാറിംഗ് നടത്തിയിട്ടുണ്ട്. ഈ ഇടയ്ക്കായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്ത സഹകരണത്തോടെ
കളമ്പാട്ടുപുരത്തെ ജനങ്ങൾ ഏറെക്കാലമായി പ്രതീക്ഷയോടെ കാത്തിരുന്ന നീലീശ്വരം നമ്പർ 2 കനാൽ ബണ്ട് റോഡ് മെറ്റലിംഗ് ആൻഡ് ടാറിംഗ് ഈ വർഷം പൂർത്തിയാക്കുകയാണ്. ഭവന നിർമ്മാണ രംഗത്ത് ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയിൽപ്പെടുത്തി ഓരോ വർഷവും ഓരോ ഗുണഭോക്താവിന് ഈ കഴിഞ്ഞ കാലയളവിൽ വീട് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ വാർഡിലെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതിരുന്ന ഭാഗങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. പുതുതായി രൂപം കൊണ്ട 17ാം വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ വാർഡിൻ്റെ പേര് നീലീശ്വരം വെസ്റ്റ്. പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഈ 17ാം വാർഡ് സ്ഥിതി ചെയ്യുന്നു. 420 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു വാർഡാണ് എൻ്റേത്. പൊതുസ്ഥാപനങ്ങൾ, ഒരു അംഗൻവാടിയും ഒരു ക്രിസ്ത്യൻ പള്ളിയും മാത്രം. വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ പള്ളിയാണ് സെൻറ് ആൻ്റണീസ് ചർച്ച് നടുവട്ടം. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. പെരിയാറിൽ നിന്നും ഒഴുകുന്ന നമ്പർ 1 ഇറിഗേഷൻ കനാൽ ജലസേചന സൗകര്യത്തിന് വളരെയധികം സഹായിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഏകദേശം 50 ലക്ഷം രൂപയോളം വരുന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. YCA പടിഞ്ഞാറ് ഭാഗം റോഡ്, YCA കോഴിപ്പുല്ല് റോഡ്, YCA മുണ്ടങ്ങാമറ്റം റോഡ്, YMA ലക്ഷം വീട് റോഡ് എന്നിവ ടാറിങ്ങും, കുറുച്ചിറ റോഡ്, പുണേലി റോഡ് എന്നിവ കോൺക്രീറ്റും ചെയ്യാൻ കഴിഞ്ഞു. ഇതെല്ലാം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഒരു വനിതാ വികസന കേന്ദ്രം 17ാം വാർഡിൽ വേണമെന്നുള്ളതാണ്. അതിനുള്ള തുടക്കമെന്നോണം അംഗൻവാടിയുടെ മുകളിൽ 2.5 ലക്ഷം രൂപയോളം വരുന്ന ഫണ്ട് വെച്ച് ഈ വർഷം തന്നെ ഷീറ്റ് മേയാൻ ഉദ്ദേശിക്കുന്നു. ആറും ഏഴും വാർഡുകളായി കിടക്കുന്ന ഇല്ലിത്തോട് പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാൾ, ഒരു പൊതുവായ സ്ഥലം, പരിപാടികൾ നടത്താൻ വേണ്ടിയുള്ള പൊതുവായ സ്ഥലം എന്നുള്ള സങ്കല്പം സാക്ഷാത്കരിച്ചുകൊണ്ട് ഈ വർഷം തന്നെ ഇല്ലിത്തോട്ടിൽ പഞ്ചായത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ച് പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കൃഷിഭവൻ പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ പഞ്ചായത്തിൻ്റെ ഈ കെട്ടിടത്തിൽ തന്നെ കൃഷിഭവൻ അറേഞ്ച് ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. PHC എല്ലാ സൗകര്യങ്ങളുമുള്ള ലാബ് ഈ വർഷം തന്നെ പൂർത്തീകരിക്കുന്നു. അതേപോലെ പഞ്ചായത്ത് ഓഫീസ് സോളാർ പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമം നടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി വളരെ സന്തോഷത്തോടെ ഞാൻ സൂചിപ്പിക്കട്ടെ, 2012-13 സാമ്പത്തിക വർഷത്തിൽ കേരള പരിസ്ഥിതി കോൺഗ്രസിൻ്റെ പരിസ്ഥിതി പുരസ്കാരത്തിന് ഞാൻ അർഹനായതുകൊണ്ടായി. അതേപോലെ 2013 നാഷണൽ ദലിത് സാഹിത്യ അംബേദ്കർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം മറ്റൊരു സംഘടന ഏർപ്പെടുത്തിയ കർമ്മ പുരസ്കാരത്തിനും 2013 അർഹനായി. നാളിതുവരെ എന്നോട് സഹകരിച്ച എൻ്റെ ഏറ്റവും ബഹുമാനരായ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലുള്ള നേതാക്കന്മാർ, വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വികസന ത്വരയുള്ള ചെറുപ്പക്കാർ, അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതേപോലെ എന്നിൽ നിന്ന് വരുന്ന ഏതൊരു വീഴ്ചയും സഹനത്തോടെ കണ്ട് തിരുത്തി പുതുമയിലേക്ക് വികസനത്തിലേക്ക് നയിക്കാൻ എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർ, എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം നമ്മുടെ ഈ നാടിൻ്റെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടാവാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞു, ഭാരതത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളുടെ പുരോഗതിയാണ് രാഷ്ട്രത്തിൻ്റെ പുരോഗതി. അതിനാൽ ഗ്രാമങ്ങളുടെ വികസനത്തിനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം.